ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് ദി എ സി സർക്യൂട്ട്സ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് അബൌട്ട് ദി ഡി സി സർക്യൂട്ട്സ് ആയിരുന്നു. അപ്പോൾ ഡി സി സിഗ്നൽ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഡി സി എന്ന് വെച്ചാൽ അത് കൊടുക്കുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. നമ്മളിത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ? ഇത് 2 വോൾട്ട് ആണെങ്കിൽ ഇതാണ് ഡി സി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് ആണ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വെച്ചാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും കറണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഒരു ഡി സി സർക്യൂട്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിസ്റ്റിക് വരയ്ക്കുകയാണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം എൻ്റെ വോൾട്ടേജ് വി വേഴ്സസ് ടി വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും പോകുന്നത്? ഇപ്പോൾ സപ്പോസ് 2 വോൾട്ട് ആണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് 2 വോൾട്ട് എന്നൊരു വോൾട്ടേജിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മൾ ഗ്രാഫ്. അപ്പോൾ ഇതായിരിക്കും ഡി സിയുടെ കേസിൽ. പക്ഷെ ഇപ്പോൾ എ സിയുടെ കേസിൽ നമ്മൾ പറയാണ്, ഓക്കെ, ഒരു എ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ സപ്പോസ് ദിസ് ഇസ് എ സൈനസോയ്ഡൽ സിഗ്നൽ. ഓക്കെ, സൈനസോയ്ഡൽ ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇതേ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇതാണ് വി വേഴ്സസ് ടി. അപ്പം നോക്കിയേ, ഈ ടൈമിൻ്റെ ഓരോ പോയിന്റിലും എൻ്റെ വോൾട്ടേജ് മാറുകയല്ലേ? കണ്ടോ? വോൾട്ടേജ് മാറി മാറി ഇവിടെ വരുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ കേസ് ഓഫ് ഡി സി നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. എ സിയിൽ അത് ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിതിനെ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റിംഗ് നേച്ചർ. അപ്പം നമുക്ക് ഇതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമുക്ക് പറയാൻ പറ്റും. സോ ഈ പറയുന്ന സിഗ്നലിനെ നമ്മൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് യൂസിങ് വേവ് ഫോംസ്. ഓക്കെ, വേവ് ഫോംസ് എന്ന് പറയും. വേവ് ഫോംസ് വെച്ചാൽ എന്താണ്? നോക്കി, നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തല്ലേ, ഇതും ഒരു വേവ് ഫോം ആണ്. അപ്പം ഇതെന്താണ്? ഒരു വോൾട്ടേജിൻ്റെ കേസ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ. ഇനി സപ്പോസ് നമ്മൾ ഈ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെയാണ്. ഈ 3 മോഡ്സ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേവ് ഫോമിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ എങ്ങനെ പറയാൻ പറ്റും? സി, ദിസ് ഇസ് എൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കറണ്ട്, ദിസ് ഇസ് മൈ ഐ ഓഫ് ടി എന്ന് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ദിസ് ഇസ് ഇറ്റ് with respect to t. ഇനി സെക്കൻഡ് മെത്തേഡ് ആണ് യൂസിങ് ഇക്വേഷൻസ്. യൂസിങ് ഇക്വേഷൻ, ഓക്കെ, ഈ സിഗ്നൽ സൈനസോയ്ഡൽ നേച്ചറിലാണല്ലോ. ആൻഡ് വാട്ട് ഇസ് ദ സിഗ്നൽ? ഐ ഓഫ് ടി. എൻ്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഐ ഓഫ് ടിയുടെ ഇക്വേഷനാണ് എനിക്ക് വേണ്ടത്. ആൻഡ് ഈ സിഗ്നലിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതിന് എനിക്ക് ഐ എം എന്ന് പറഞ്ഞൂടെ? സോ ഇൻ ടേംസ് ഓഫ് ഐ എം ആൻഡ് വാട്ട് ഇസ് ദ സിഗ്നൽ? സൈനസോയ്ഡൽ. സോ സൈൻ തീറ്റ എന്ന് പറയാം, അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി. ഐ എം സൈൻ ഒമേഗ ടി, where omega is my angular velocity of the signal. ഇനി മൂന്നാമത്തെ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് യൂസിങ് ഫേസർ. ഓക്കെ, ഇതൊരു പുതിയ ടേമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന സെയിം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ യൂസിങ് ഒരു ഫേസറിനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് ഈ ഫേസർ? ഓക്കെ, ഫേസർ വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും റെഫറൻസ് ആക്സിസ് വേണം. വി നീഡ് എൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. സോ ദിസ് ഇസ് മൈ എക്സ്, വൈ. ഇപ്പോൾ ഇതെന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ആൻഡ് സോ നോക്കി, സെൻറ്റർ പോയിന്റ് O ആണ്. ഓയിൽ നിന്ന് ഞാനൊരു പോയിന്റ് P മാർക്ക് ചെയ്യാണ്. Okay, this is the point P and this line indicates my phasor. ഈ ലൈനിനെയാണ് നമ്മൾ ഫേസർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യാതെ ഇങ്ങനത്തെ ഒരു സംഭവമാണിത്. ആൻഡ് ദിസ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെ അത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ. മനസ്സിലായോ? ഇനി ഇത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാനിപ്പോൾ പറഞ്ഞു ഈ ഒ പി ഇൻഡിക്കേറ്റ്സ് എൻ്റെ ഈ പറയുന്ന ഐ ഓഫ് ടി എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഒ പി എന്ന് പറഞ്ഞത് എൻ്റെ ഐ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിന് ഇക്വലൻ്റ് ആണ് എന്ന് പറഞ്ഞു. അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പോൾ സപ്പോസ് ആലോചിക്കും, ഈ ഫേസിന് മൂവ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അത് ഈ എക്സ് ആക്സിസിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത സമയം മേക്ക് ചെയ്ത ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സപ്പോസ് ഈ ഒ പി ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഒരു സർക്കിൾ അല്ലേ ഇത് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ദിസ് ഇസ് എ സർക്കിൾ ട്രേസ് ബൈ ദി ഫേസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, ഇവിടെ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട്, സോ ദിസ് ഫോംസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ആൻഡ് ബൈ ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ദിസ് ഇസ് തീറ്റ എന്നാൽ ഇത് ഇസഡ് അല്ലേ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഓൾസോ തീറ്റ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ വിത്തിൻ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈ തീറ്റയെ വെച്ചിട്ട്, തീറ്റയും ഈ ഡിസ്റ്റൻസിനെ ഒ എം എന്ന് പറയാണ്. ദിസ് ഇസ് എം, സോ ദിസ് ഇസ് ഒ എം അല്ലെ? ഐ നീഡ് എൻ ഇക്വേഷൻ ഫോർ ഒ എം ഇൻ ടേംസ് ഓഫ് ഒ പി. മനസ്സിലായോ? അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കി, ഒ പി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് ആണ്, ഒ എം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡുമാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആംഗിൾ തീറ്റ. അപ്പോൾ നമ്മൾ എന്ത് ആംഗിൾ യൂസ് ചെയ്യണം? വി ക്യാൻ യൂസ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഒ എം ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് വെച്ചാൽ ഒ പി. Okay, so cross multiplying OP into sin theta will be equal to OM എന്ന് കിട്ടും. And what is this OP? OP എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു it is my phase എന്നല്ലേ പറഞ്ഞേ. അത് ആ OP യുടെ വാല്യൂ indicates my maximum value of current IM. Okay, അങ്ങനെയാണെങ്കിൽ this OP can be replaced by IM into sin theta will be equal to OM. കണ്ടോ? OM will be related to OP as OP into sin theta എന്ന് എഴുതാൻ പറ്റും. Okay, അല്ലെങ്കിൽ IM into sin theta. And this theta can be written as equal to omega into T.
ഈ ഫേസർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണല്ലോ മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ റേഡിയൻസ് പെർ സെക്കൻഡ് ആൻഡ് ടൈം ആണ് ടി എന്ന് പറയുന്നത് ഇൻ സെക്കൻഡ്സ്. So this is a relation. അപ്പോൾ നോക്കി ഇവിടുത്തെ കേസിൽ ഞാൻ പറയാണ് this OP is my phasor which indicates my sinusoidal current എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കി ആ ഫേസറിനെ എനിക്ക് Im sin omega t എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ Im sin omega t നമ്മൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ ഇക്വേഷനിൽ പറഞ്ഞു Im sin omega t represent a sinusoidal current, represents a alternating sinusoidal current. അതല്ലേ നമുക്ക് ഇവിടെ ഫേസറിന് കിട്ടിയത് അല്ല. ഇപ്പൊ രണ്ട് ഇക്വേഷൻ സെയിം ആണ് എന്ന് വെച്ചാൽ ഇതും സെയിം ആണ്, which implies that OP indicates a phasor representation. Okay, അതായത് OP എന്ന് പറയുന്ന phasor represents my AC signal. Okay, so these are the three modes of representation of a phasor. അപ്പോൾ മൂന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ രണ്ട് സിഗ്നൽസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കേസിൽ ഒരു സിംഗിൾ സൈനുസോയിഡൽ കറണ്ട് അല്ലേ കൺസിഡർ ചെയ്തേ. അതേപോലെ ഇവിടുത്തെ കേസ് നോക്കി ഞാൻ രണ്ട് സിഗ്നൽസ് വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് സിഗ്നൽ നോക്കി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റ് O നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. Okay, suppose that is my voltage signal. And okay, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് this is called as a 0 point. Okay, ഒരു 0 point, അതായത് സിഗ്നൽ നമ്മുടെ ഈ എക്സ് ആക്സിൽ 0 പോയിന്റിൽ ടച്ച് ചെയ്യുന്നത്, എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഞാൻ 0 പോയിന്റ് എന്ന് പറയുന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വോൾട്ടേജ് സിഗ്നൽ പോകുന്നുണ്ട്. ഇവിടെ രണ്ടാമതൊരു സിഗ്നൽ നോക്കി ഇവിടെ നിന്ന് കുറച്ചൊരു ഷിഫ്റ്റ്, ഈ ഷിഫ്റ്റ് ഇതത്തെ ആക്സിസ് ആണ്, ഇത് ഒമേഗ ടി ആണ്. ഓക്കെ, ഒമേഗ ടി ആണ്. സോ ഒമേഗ ടി ഈക്വൽ ടു തീറ്റ ആണ്. അപ്പോൾ അത് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് എൻ്റെ വേറൊരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്ത് അതും പോകുന്നുണ്ട്. സപ്പോസ് ദാറ്റ് ഇസ് മൈ കറണ്ട് സിഗ്നൽ. അപ്പോൾ വോൾട്ടേജ് കറണ്ട് ഞാൻ ഒരുമിച്ച് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കി അവർക്കിടയിൽ ഈ ഒരു ഫേസ് ഡിഫറൻസ് ഉള്ളത് നമ്മൾ പറയും. മനസ്സിലായോ? ആ ടേം നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് മൈ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഓഫ് എന്താണ്? ഇപ്പം ദിസ് ഇസ് ദി എന്ത് ആക്സിലാണ്? തീറ്റ അല്ലേ ഇത് അല്ലേ? അപ്പോൾ സപ്പോസ് ഇതിപ്പോൾ തീറ്റ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ആണ് ഇവർക്കിടയിൽ ഉള്ളത്. സോ ഫേസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്നാണ്, തീറ്റയാണ്. മനസ്സിലായോ? പിന്നെ നോക്കി നമ്മൾ മൂന്ന് കേസ് പറയും. ഇപ്പം ഈ രണ്ട് സിഗ്നൽസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഈ രണ്ട് സിഗ്നൽ സൈമൾട്ടേനിയസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കി നമ്മൾ ഇൻ ഫേസ് എന്ന് പറയാണ്. ഓക്കെ, ഫേസ് പറയുമ്പോൾ നോക്കി ഇവിടെ നമുക്ക് വോൾട്ടേജ് സിഗ്നൽ ഞാൻ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കറണ്ട് സിഗ്നലാണ് അകത്ത് ബ്ലൂവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് സിഗ്നൽസിൻ്റെയും 0 പോയിന്റ്സ് ഒരേ ഇടത്തല്ലേ. ഇവിടെ നോക്കി ഇവിടെ എൻ്റെ വോൾട്ടേജിൻ്റെ 0 പോയിന്റ് ഇവിടെയാണ്, കറണ്ടിൻ്റെ 0 പോയിന്റ് ഇവിടെയാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ വോൾട്ടേജിൻ്റെ 0 പോയിന്റും കറണ്ടിൻ്റെ 0 പോയിന്റും രണ്ടും ഒരേ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ല. എന്നിട്ട് നോക്കിയേ ഇത് ഇവിടെയും ഒരേ 0 പോയിന്റ്, ഇത് ഇവിടെയും ഒരേ 0 പോയിന്റ് ആണല്ലോ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമ്മൾ പറയും ഈ രണ്ട് സിഗ്നൽസ് തമ്മിൽ ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഇല്ല. അല്ലെങ്കിൽ വി സേ ദാറ്റ് ബോത്ത് ഓഫ് ദീസ് സിഗ്നൽസ് ആർ ഇൻ ഫേസ് നമ്മൾ പറയും. അതാണ് ഇൻ ഫേസ് ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കി ഈ വോൾട്ടേജ് സിഗ്നൽ നമ്മൾ എങ്ങനെ ഇൻ ദി ഓൾട്ടർനേറ്റിംഗ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? വി ഈക്വൽ ടു Vm sin omega t അല്ലേ? V ഈക്വൽ ടു Vm sin omega t. Vm എന്താണ്? Vm എന്ന് വെച്ചാൽ ഈ വോൾട്ടേജ് സിഗ്നലിന്റെ മാക്സിമം വാല്യൂ, ഈ വാല്യൂ ആണ് Vm എന്ന് പറയുന്നത്. സിമിലർലി I വിൽ ബി ഓൾസോ ഈക്വൽ ടു എന്തായിരിക്കും? Im sin omega t ആയിരിക്കും. അതിൽ Im എന്താണ്? ഈ കറണ്ട് വേവ് ഫോമിന്റെ മാക്സിമം വാല്യൂ ആണ് Im എന്ന് പറയുന്നത്. Okay, so this is about the V and I equations. മനസ്സിലായോ? Which are in phase. അപ്പോൾ നോക്കി ഈ രണ്ട് സിഗ്നൽസും സൈൻ ഒമേഗ ടി ആണ് എന്ന് വെച്ചാൽ they are in phase. ഇനി നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കി. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഫേസ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി സപ്പോസ് നോക്കി നമുക്ക് വോൾട്ടേജും കറണ്ടും രണ്ട് സിഗ്നൽസ് ഉണ്ട്. ആ രണ്ടിന്റെ മാക്സിമം വാല്യൂസ് Vm Im ആണല്ലോ. നോക്കി ഞാൻ ഫേസ് ഫോമിൽ വരയ്ക്കുന്നത് വിനിയുടെ റെഫറൻസ് ആക്സിസ് ആൻഡ് വിനിയുടെ മൂവിങ് ആക്സിസ് അല്ലേ. ഒരു റെഫറൻസ് ആക്സിസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ മറ്റ് ആക്സിസ് നമ്മൾ ഒരു റെഫറൻസ് ഫേസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് മറ്റേ ഫേസ് നമ്മൾ മൂവ് ചെയ്ത് ചുറ്റും അങ്ങനെ ചെയ്യുന്നത്. സോ വിനിയുടെ റെഫറൻസ്, ആ റെഫറൻസ് ആയിട്ട് സപ്പോസ് ഞാൻ ഇവിടെ വോൾട്ടേജാണ് പറയുന്നത്. ഞാൻ വോൾട്ടേജിനെ ഫിക്സ് ചെയ്തിട്ട് കറണ്ടാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ വോൾട്ടേജും കറണ്ടും രണ്ട് ഇൻ ഫേസ് ആണല്ലോ. അതുകൊണ്ട് വോൾട്ടേജിന്റെ ഫേസ് നമ്മൾ വരച്ചു, എന്നിട്ട് അവിടുന്ന് തന്നെ നമ്മൾ കറണ്ടിന്റെ ഫേസിനും വരയ്ക്കും അതിന്റെ പുറത്തൂടെ, വിച്ച് റെപ്രസെന്റ്സ് Im. അപ്പോൾ ഇതാണ് ഫേസ് റെപ്രസെന്റേഷൻ. മനസ്സിലായല്ലോ? നമ്മൾ മൂന്ന് ഫോം നോക്കിയില്ലേ? നമ്മൾ വേവ് ഫോം റെപ്രസെന്റേഷൻ നോക്കി, ഇക്വേഷൻ നോക്കി ആൻഡ് ഫേസർ നോക്കി. അപ്പോൾ അതാണ് ഇൻ ഫേസിന്റെ കേസിൽ. സിമിലർലി നമ്മൾ ലാഗിങ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഇതും ഫേസ് ഡിഫറൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കി വി ഹാവ് എ വോൾട്ടേജ് സിഗ്നൽ ബ്ലാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, 0 പോയിന്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത് എന്താ വേണ്ടത്? എനിക്കൊരു കറണ്ട് സിഗ്നൽ ഉണ്ട്. കറണ്ട് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് ഇവിടെ നിന്നാണ്. മനസ്സിലായി? ഇത്രയും ഒരു ഡിസ്റ്റൻസ് അല്ല ഇൻ ടേംസ് ഓഫ് തീറ്റ. ഇത്ര തീറ്റ എന്ന് പറഞ്ഞൊരു ഫേസ് ഡിഫറൻസ് കഴിഞ്ഞിട്ടാണ് എൻ്റെ സെക്കൻഡ് സിഗ്നലിൻ്റെ 0 പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ കൂടെ പറയാം. ഓക്കെ, ഇവിടെ നോക്കി ഈ ഫസ്റ്റ് സിഗ്നൽ അച്ചീവ്സ് എ പോസിറ്റീവ് മാക്സിമം ഓക്കെ ബിഫോർ ദി സെക്കൻഡ് സിഗ്നൽ അല്ലേ. ഇപ്പൊ പോസിറ്റീവ് മാക്സിമം വെച്ചെന്താണ്? ഈ ഒരു പോയിന്റ് അല്ലേ. ഈ സിഗ്നലിന്റെ പോസിറ്റീവ് മാക്സിമം ഇവിടെയാണ്.
ഈ സിഗ്നലിലെ പോസിറ്റീവ് മാക്സിമം ഇവിടെയാണ്. ഇതിൽ ഏത് സിഗ്നലാണോ ആദ്യമായിട്ട് പോസിറ്റീവ് മാക്സിമം അച്ചീവ് ചെയ്തത്? നമ്മുടെ വോൾട്ടേജ് അല്ലേ. അതുകൊണ്ട് വി സേ ദാറ്റ് ദ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് എന്ന് പറയും ബൈ ആൻ ആംഗിൾ ഓഫ് തീറ്റ. മനസ്സിലായോ? വോൾട്ടേജ് സിഗ്നൽ വിൽ ബി ലീഡിങ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ ഓഫ് തീറ്റ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദി കറണ്ട് ഐ ലാഗ്സ് ദ വോൾട്ടേജ് എന്നും പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ലാഗിങ്ങിന്റെ കേസിലാണ് പറഞ്ഞത്. സോ വി ക്യാൻ സേ ദാറ്റ്, okay, we can just say that the current I, okay, lags the voltage by an angle of theta. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഈ വോൾട്ടേജ് ആദ്യം പോസിറ്റീവ് അച്ചീവ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് രണ്ടാമതാണ് അതിനുശേഷമാണ് നമ്മുടെ സെക്കൻഡ് സിഗ്നൽ പോസിറ്റീവ് മാക്സിമം അച്ചീവ് ചെയ്യുന്നത്. സോ ആരാണോ ആദ്യം അച്ചീവ് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ലീഡിങ്. അപ്പൊ ഇവിടെ വോൾട്ടേജ് ലീഡിങ് അല്ലെങ്കിൽ കറണ്ട് ലാഗ്സ് ബൈ ദ വോൾട്ടേജ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ലാഗ് ചെയ്യുന്നത് ബൈ ഒരു ആംഗിൾ തീറ്റയിലെ ആരാണ് ഇവിടെ ലാഗ് ചെയ്യുന്നത്? കറണ്ട് ആണ് ലാഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കറണ്ടിന്റെ ഇക്വേഷൻ പറയുമ്പോൾ നോക്കേ, കറണ്ടിന്റെ ഇക്വേഷൻ പറയുമ്പോൾ I ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി അല്ലേ വരേണ്ടത്. ആ ഒമേഗ ടി മൈനസ് തീറ്റ എന്ന് ഇടണം. കാരണം അവിടെ അത് വെച്ചിട്ടല്ല ലാഗ് ആവുന്നത്. വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടോ? വോൾട്ടേജ് ഇവിടുത്തെ പോലെ സെയിം ആ 0 നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഫേസർ എങ്ങനെ പറയാൻ പറ്റും? ഫേസറിൽ നമ്മൾ ഇവിടെയും അവിടെ എല്ലാം നമ്മൾ VM ആണ് നമ്മുടെ റെഫറൻസ് ഫേസർ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് മൈ റെഫറൻസ് ഫേസർ VM എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ IM എന്ന് പറയുന്നത് എന്താണ്? I lags the voltage എന്നല്ലേ. I lags the voltage എന്ന് പറയുമ്പോൾ ഓക്കെ IM എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ VM ൽ നിന്ന് IM lags the voltage by an angle of theta. അതുകൊണ്ട് നമ്മൾ താഴെ മാർക്ക് ചെയ്തേ. അപ്പൊ ഈ കേസ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. അപ്പൊ ലീഡിങ്ങിന്റെ കേസാണ് നെക്സ്റ്റ് വൺ. അപ്പൊ നോക്കിയേ, ദിസ് ഇസ് മൈ വോൾട്ടേജ് സിഗ്നൽ ആൻഡ് കറണ്ട് സിഗ്നൽ നോക്കിയേ, അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് പകരം ഇപ്പൊ ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇവിടുത്തെ കേസ് നോക്കിയേ, ഏത് സിഗ്നലാണ് ആദ്യമായിട്ട് പോസിറ്റീവ് മാക്സിമം അച്ചീവ് ചെയ്തത്? നോക്കിയേ, ഈ ഫസ്റ്റ് ഇതാണ് എൻ്റെ I സിഗ്നൽ, അതിന്റെ പോസിറ്റീവ് മാക്സിമം ഇവിടെ അല്ലേ, അത് എവിടെ വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ പോസിറ്റീവ് മാക്സിമം ഇവിടെ അല്ലേ, അത് ഇവിടെ വരുന്നുണ്ട്. ഇതാണോ ഫസ്റ്റ് വരുന്നത്? ഇതല്ലേ. എന്ന് വെച്ചാൽ എൻ്റെ കറണ്ട് വിൽ ബി ലീഡിങ് ദ വോൾട്ടേജ്. ഇവിടെ കറണ്ട് I ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് തീറ്റ. ഇവിടെയോ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്. ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ, കറണ്ട് ലാഗ് എന്ന് വെച്ചാൽ കറണ്ട് രണ്ടാം ഇവിടെ അങ്ങോട്ടാണ് വരണ്ടേ. കറണ്ട് ലീഡ് എന്ന് പറയുമ്പോൾ കറണ്ട് ആദ്യം വരണ്ടേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫേസറിനെ വരയ്ക്കാൻ പറ്റും. വി ഹാവ് ദ റെഫറൻസ് VM. ഓക്കെ, ഇനി കറണ്ട് ലീഡ്സ് എന്നല്ലേ പറഞ്ഞെന്ന് വെച്ചാൽ VM കാട്ടി മുകളിലാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ VM വേണ്ടി കൂടുതലാണ് വരേണ്ടത്. ഇറ്റ് മൂവ്സ് ബൈ ആൻ ആംഗിൾ തീറ്റ ഇൻ ദി ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ടു ഗെറ്റ് ദി IM എന്ന് പറയും. ആൻഡ് ഇവിടുത്തെ ഇക്വേഷനിൽ പറയാൻ പറ്റും, ഇവിടെയും വോൾട്ടേജിന്റെ സെയിം ആയിരിക്കും. V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി ആയിരിക്കും. അതിൽ ചേഞ്ച് വരത്തില്ല. ഇവിടെ ആരാണ് ചേഞ്ച് ആവുന്നത്? കറണ്ട് ആണ് ലീഡ് ചെയ്യുന്നത്. സോ വിൽ ബി ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? ഓക്കെ, പ്ലസ് തീറ്റ അവിടെ മൈനസ് തീറ്റ. സോ ദീസ് ആർ ദി ത്രീ കേസസ്. മാത്തമെറ്റിക്കൽ മോഡലിംഗ് ഓഫ് ഫേസസിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതായത് ഈ ഒരു ഫേസറിനെ മാത്തമെറ്റിക്കലി ഒരു ഇക്വേഷൻ വൈസ് എഴുതാൻ വേണ്ടി എനിക്ക് 3 ഡിഫറെൻറ്റ് ഫോംസ് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെക്ടാങ്കിൾ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫേസർ റെപ്രസെൻറ്റേഷൻ. ഇത് ഫേസറാണ്. നമുക്കിതിൻ്റെ എക്സ് ആക്സിസ് ആണ്. ദിസ് ഇസ് മൈ എക്സ് ആക്സിസ്, ദിസ് ഇസ് മൈ വൈ ആക്സിസ് ആൻഡ് ദിസ് ഇസ് എ ഫേസർ ഇസഡ്. ഇസഡ് എന്ന് വെച്ചാൽ ഒരു ഫേസറാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ ഫേസർ ഈ ആക്സിസിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത ആംഗിൾ ആണ് ഇൻ ദിസ് ഡയറക്ഷൻ. അതാണ് തീറ്റ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഫേസറിനെ, ഫേസർ എന്ന് പറയുന്ന ഇസഡിനെ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് ആൻഡ് വൈ കോർഡിനേറ്റ് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇസഡിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് എഴുതാൻ പറ്റും. അതിനാണ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ജെ വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ ജെ ടേം എന്താണ്? ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എൻ ഓപ്പറേറ്റർ. ജെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂ ലൈക്ക് ജെയുടെ വാല്യൂ √(-1) ആണ്. ആൻഡ് ജെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? √(-1) ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും, -1 ആയിരിക്കും. ഓക്കെ, ആൻഡ് ജെ ക്യൂബ് എന്ന് വെച്ചാൽ -j ആണ്. അങ്ങനെ പോകും. സോ ജെ ഇസ് എൻ ഓപ്പറേറ്റർ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ എക്സ് എന്ന് പറയുന്ന ടേം ഇറ്റ് ഇസ് കോൾഡ് ആസ് മൈ ഇൻ ഫേസ് കമ്പോണൻറ്റ് ആൻഡ് ഈ y term is called as my quadrature component. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഹൗ വി റെപ്രസെൻറ്റ് എ ഫേസർ യൂസിങ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം. ഇനിയിപ്പോൾ ഇസഡ് ആണെങ്കിൽ ഇസഡിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അതിനെ ഞാൻ R കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ R ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് നമ്മുടെ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസഡ്, അതായത് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ജെ വൈ ആണ്. വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? √(x²+
പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. സോ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ്. ഇതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പറയുന്നത്. ഇനി രണ്ടാമത് ഫേസ് എങ്ങനെ പറയും? ഫേസിന് നമ്മൾ പറയുന്നതാണ് തീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ വൈ ഡിവൈഡ് ബൈ എക്സ്. ക്വാഡ്രേച്ചർ കമ്പോണൻറ്റ് എന്താണോ ഡിവൈഡഡ് ബൈ ഇൻ ഫേസ് കമ്പോണൻറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്. സോ ദിസ് ഇസ് ഹൗ യു റെപ്രസെൻറ്റ് എ ഫേസ് ഇൻ ഇറ്റ്സ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് നമ്മൾ പറയുന്നത് ദ ട്രിഗണോമെട്രിക് അല്ലെങ്കിൽ പോലാർ ഫോം എന്ന് പറയുന്നത്. സോ നോക്കി എഗെയിൻ ഞാൻ ഫേസർ ഫോം വരച്ചേക്കാണ്. ഫേസർ വരച്ചേക്കാണ്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മൈ ഫേസർ. ഇതാണ് എൻ്റെ ഫേസർ എന്ന് പറയുന്നത്. റിപ്രസെൻറ്റ് ബൈ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഈ സെയിം സംഭവം ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിലെ ഈ ഫേസറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു ആർ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് അല്ലേ. ദിസ് ഇൻഡിക്കേറ്റ്സ് മൈ ഈ പറയുന്ന ഇസഡ് എന്ന് പറയുന്ന ഫേസ് ആൻഡ് ഇതിൻ്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു ആർ ആയിരിക്കും, അതിൻ്റെ ആബ്സൊല്യൂട്ട് വാല്യൂ, ഈ ഹൈപ്പോട്യൂസിൻ്റെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ദിസ് ഇസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആൻഡ് ദിസ് ഇസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് ഓപ്പോസിറ്റ് അല്ലേ, സോ സൈൻ തീറ്റ എന്ന് വെച്ചാൽ എങ്ങനെ വരും നമുക്ക്? സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോന്യൂസ്. വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അല്ലെ. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇതിന് ഞാൻ സപ്പോസ് പറയാണ് ദിസ് ഇസ് ഒ, ദിസ് ഇസ് പി ആൻഡ് ദിസ് ഇസ് ക്യൂ ആണെങ്കിൽ ഈ പി ക്യൂ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോന്യൂസ് എന്ന് വെച്ചാൽ ഒ പി ആണ്. അതായത് പി ക്യൂ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? ഒ പി എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആർ ആണ്, സോ ആർ സൈൻ തീറ്റ. സിമിലർലി അങ്ങനെയാണെങ്കിൽ ഒ ക്യൂ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ആർ കോസ് തീറ്റ എന്ന് കിട്ടും. മനസ്സിലായി? അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആർ കോസ് തീറ്റ, ഇത് ആർ സൈൻ തീറ്റ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടെ കിട്ടിയ ഇക്വേഷനിലെ ഇസഡ് ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടിയത്? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നല്ല കിട്ടിയേ. അതിന് എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ആർ കോസ് തീറ്റ പ്ലസ് ജെ ഇൻറ്റു ജെ അല്ലെങ്കിൽ ഐ എന്തായാലും ഓക്കെ. ജെ അല്ലെങ്കിൽ ഐ പറയാൻ പറ്റും ഓപ്പറേറ്റർ ആയിട്ട്. ജെ ഇൻറ്റു എന്ത് കിട്ടും? വൈ എന്ന് പറയുമ്പോൾ ആർ സൈൻ തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് ആറ് കോമൺ ആക്കി എടുക്കാമല്ലോ രണ്ട് സൈഡിൽ നിന്നും അല്ലെ. ആറ് കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കോസ് തീറ്റ പ്ലസ് ജി സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ജനറൽ ഫോം റെപ്രസെൻറ്റേഷൻ ആണ് വിൽ ബി ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഓ മൈനസ് ജെ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും, ജനറലി എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് ഞാൻ എൻ്റെ ട്രിഗണോമെട്രിക് ഫോം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ട്രിഗണോമെട്രിക് ഫോം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പോളാർ ഫോം? അതും ഇത് തന്നെ എഴുതുന്നത്. ഓക്കെ, അതായത് ദിസ് സെയിം ഇസഡ് ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ഇവിടുത്തെ ടേം എന്താണ്? ആർ അല്ലേ. ആറാണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആംഗിൾ കോസ് തീറ്റ പ്ലസ് ഓ മൈനസ് ജെ സൈൻ തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ്, ഇപ്പോൾ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ ആണെങ്കിൽ നമുക്ക് അതിന് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത് എഴുതുക, ആംഗിളിനകത്ത് ഇവിടെ വരുന്ന ആംഗിൾ ടേം എന്താണോ അത് എഴുതുക, അതാണ് പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, ആർ ആംഗിൾ പ്ലസ് ഓ മൈനസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് മൈ ട്രിഗണോമെട്രിക് ഫോം ആസ് വെൽ ആസ് ദി പോളാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് നമ്മൾ പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഫോം. ഓക്കെ, എക്സ്പൊണൻഷ്യൽ ഫോം എഴുതുന്നത് ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? ഇസഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്നല്ലേ കിട്ടിയേ ആണല്ലോ. ഇപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് തീറ്റ പ്ലസ് സൈൻ സൈൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു ഐ തീറ്റ എന്ന് എഴുതിക്കൂടെ അല്ലേ. സോ ദിസ് ആർ ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ എനിക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും, അതായത് ഇസഡ് ജനറലൈസിങ്. Okay, generalizing, we can see that z will be equal to plus or minus r into e raised to j theta എന്ന് എഴുതാൻ പറ്റും. Okay, so these are my three forms of mathematical modeling of a phasor എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ അനാലിസിസ് ഓഫ് സിമ്പിൾ എ സി സർക്യൂട്ട്സ്. അതായത് നമ്മൾ ഒരു സർക്യൂട്ട് എടുക്കുന്നു. ഓക്കെ, ഒരു സർക്യൂട്ട് എടുത്തിട്ട് അതിൽ ഞാൻ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുകയാണ്. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ആ വോൾട്ടേജ് കൊടുത്തിട്ട് അപ്പോൾ ആ സർക്യൂട്ടിൽ ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ സിമ്പിൾ എ സി സർക്യൂട്ട്സാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് മാത്രം കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, ദിസ് ഇസ് എ സിമ്പിൾ റെസിസ്റ്റീവ്, ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. ഇവിടെ വേറെ ഒരു കമ്പോണൻസും ഇല്ല. സോ ദിസ് ഇസ് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒരു എ സി സിഗ്നൽ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണ്, വി കൊടുക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഐ എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഫേസർ എന്താണ്, അവിടെ ഉണ്ടാകുന്ന വേവ് ഫോംസ് എങ്ങനെയാണ്, അവിടുത്തെ പവർ എന്താണ്, ഇതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലാദ്യം നമ്മൾ ത്രൂ ഓമിക് റെസിസ്റ്റൻസ്, അതായത് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് വഴി അനലൈസ് ചെയ്യും. ഓക്കെ, പിന്നെ ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് വരുന്നെങ്കിൽ എന്താവും, അതുപോലെ കപ്പാസിറ്റീവ് സർക്യൂട്ട് വരുന്നെങ്കിൽ എന്താവും. ആ മൂന്ന് കേസ് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ നോക്കുന്നത്. ഓക്കെ, സോ ഇൻ ദിസ് കേസ് സീ ദിസ് സർക്യൂട്ട് വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ആൻഡ് ഇത് കാരണം ഇതുവഴി ഒരു കറണ്ട് ഉണ്ടാവും, അതിന് ഐ എന്ന് പറയാണ്. ആൻഡ് ഇവിടുത്തെ കേസിൽ നോക്കി വി ഹാവ് ദ വോൾട്ടേജ്, വി ഹാവ് എ റെസിസ്റ്റർ ആർ.
അല്ല ഇതൊരു റെസിസ്റ്റൻസ് ആർ ആണ്, അങ്ങനെയാണെങ്കിൽ ഇതിന് എക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് വി ആർ ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഹോൾ സർക്യൂട്ടിലും ഒരു ഡ്രോപ്പ് ഉണ്ടാകുന്നത് എക്രോസ് ഈ റെസിസ്റ്റർ മാത്രമാണ്. ഓക്കെ, സോ വി ആർ ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എങ്ങനെയാണ്? ഐ ഇൻറ്റു ആർ. സോ ഐ ഇൻറ്റു ആർ ആ വരുന്ന ഇക്വേഷൻ. ഓക്കെ, ഇത് രണ്ടും വോൾട്ടേജ് അല്ലേ, അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്തൂടെ? ഇക്വേറ്റ് ചെയ്യാം. സോ വിച്ച് ഇംപ്ലൈസ് ഐ ആർ വിൽ ബി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഈക്വൽ ടു എങ്ങനെ ഇക്വേഷൻ വരും? വി എം ഡിവൈഡ് ബൈ ആർ സൈൻ ഒമേഗ ടി. സോ ദിസ് ഇസ് ഇക്വേഷൻ ഫോർ കറന്റ്. ഇനി വെൻ ദ സൈൻ ഒമേഗ ടി വാല്യൂ, ഇപ്പൊ ദിസ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് പറയാണ്. ഓക്കെ, വെൻ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് വി ഗെറ്റ് ദി മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, അപ്പോൾ ആ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഞാൻ ഐ എം പറയാണ്. ഐ ബിക്കംസ് ഐ എം വിച്ച് വിൽ ബി ഈക്വൽ ടു വി എം ഡിവൈഡ് ബൈ ആർ ഇൻറ്റു 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്താണ്? ഐ എം ആണ്. സോ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇപ്പം നമുക്കറിയാം ഐ എം ഈക്വൽ ടു വി എം ബൈ ആർ ആണ്. ഇതിനെടുത്ത് എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ? ഈ വി എം ബൈ ആറിന് പകരം എനിക്ക് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ? അപ്പോൾ ദിസ് ഇക്വേഷൻ ബിക്കംസ്, ഇക്വേഷൻ 1 ബിക്കംസ് സ്മോൾ ഐ വിൽ ബി ഈക്വൽ ടു വി എം ബൈ ആറിന് പകരം ക്യാപിറ്റൽ ഐ എം സൈൻ ഒമേഗ ടി. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ കറണ്ട് അല്ലേ? ഇവിടുത്തെ കേസ് നോക്കി നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഓക്കെ, ആൻഡ് വി ഗോട്ട് ദി കറണ്ട് അല്ലേ? ഈ വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി, ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. രണ്ട് സിഗ്നൽസ് എന്താണ്? ഇൻ ഫേസ് അല്ലേ? ഔട്ട് ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിലുള്ള നമ്മൾ വേവ് ഫോം വരയ്ക്കുകയാണ്. ഓക്കെ, വേവ് ഫോം വരയ്ക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇത് ഈ ആദ്യം കാണിച്ചിരിക്കുന്ന വേവ് ഫോം ആണ് എൻ്റെ വി വിൽ ബി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ആൻഡ് ഈ ബ്ലൂവിൽ വരച്ചിരിക്കുന്നതാണ് എൻ്റെ ഐ വിൽ ബി ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി വേവ് ഫോം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് വരയ്ക്കുന്നതാണ് ഇത് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ പവർ ആണ് അനലൈസ് ചെയ്യുന്നത്. നോക്കി, നമ്മളിത് ഇവിടെ വരച്ചില്ലേ? ഈ വിയും ഐയും ആ സെയിം സംഭവം ഇതിനകത്ത് വരച്ചിരിക്കുന്നത്. ദിസ് ഇസ് വി ആൻഡ് ദിസ് ഇസ് ഐ. ഇനി ഇത് ഈ റെഡിൽ വരച്ചിരിക്കുന്നതാണ് ദ പവർ. ദാറ്റ് ഇസ് എ പവർ. അപ്പോൾ പവർ നമുക്ക് കണ്ടുപിടിക്കാം, പവർ കൂടെ അനലൈസ് ചെയ്യാം. പവറിന്റെ ഫോമുല ഇങ്ങനെയാണ്. നമുക്ക് വിയും ഐയും അറിയാമെങ്കിൽ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ. വി ഇൻറ്റു ഐ ആണ് പവർ, വിച്ച് ഇംപ്ലൈസ് പവർ വിൽ ബി ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ വിയുടെ വാല്യൂ എന്താണ്? വി എം സൈൻ ഒമേഗ ടി മൾട്ടിപ്ലൈഡ് ബൈ ഐ എന്ന് പറയുന്നത് ഐ എം സൈൻ ഒമേഗ ടി. അതായത് വി എം ഇൻറ്റു ഐ എം, വി എം ഐ എം സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് കോസ് 2 ഒമേഗ ടി. അതായത് വി എം ഐ എം 1 മൈനസ് കോസ് 2 ഒമേഗ ടി എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വി എം ഐ എം ഡിവൈഡ് ബൈ 2 മൈനസ് വി എം ഐ എം ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. അപ്പോൾ പവർ നോക്കുക. അപ്പോൾ സി ദിസ് ഇസ് ദ പവർ. ഈ പവർ വിൽ ബി ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടി? നമുക്ക് വി എം ഇങ്ങനെ എഴുതാം, വി എം ഐ എം സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് ആ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പവറിന്റെ നമ്മൾ എക്സ്പാൻഡഡ് വേർഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് രണ്ട് കമ്പോണൻസ് കിട്ടിയില്ലേ? ദിസ് ഇസ് എ ഫസ്റ്റ് കമ്പോണന്റ് ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡ് കമ്പോണന്റ്. ഈ ഫസ്റ്റ് കമ്പോണന്റ് എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? വി എം ഐ എം 2 കോൺസ്റ്റന്റ് ആണ്, ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെയോ വി എം ഐ എം ബൈ 2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇതിനെ എനിക്ക് എൻ്റെ കോൺസ്റ്റന്റ് പാർട്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റന്റ് പാർട്ട് എന്നും പറയാൻ പറ്റും. ഇതിനെ എനിക്ക് എൻ്റെ കോസ് അല്ലേ? അപ്പോൾ സൈനസോയ്ഡൽ സിഗ്നൽ ആണ്, അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് നേച്ചർ ആയിരിക്കും. അപ്പോൾ ഇതിനെ എനിക്ക് എൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് പാർട്ട് എന്നും പറയാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റന്റ് പാർട്ട് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് പാർട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി ദിസ് കേസ് ഫ്ലക്ച്വേറ്റിംഗ് പാർട്ട്, ഓക്കെ, വി ആർ കൺസിഡറിങ് ഒരു ഹോൾ സൈക്കിൾ. ഒരു ഹോൾ സൈക്കിൾ എടുക്കുമ്പം ഈ ഫ്ലക്ച്വേറ്റിംഗ് പാർട്ടിൻ്റെ ആവറേജ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. Okay, fluctuating part and the average part will be equal to 0 for one whole cycle. അതുകൊണ്ട് we can assume this term as equal to 0. Okay, അങ്ങനെയാണെങ്കിൽ പവർ എങ്ങനെയായിട്ട് മാറും? ഓക്കെ, പവർ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? വി എം ഐ എം ഡിവൈഡ് ബൈ 2 എന്നല്ലേ കിട്ടുന്നത് അല്ലേ? 2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് √2 √2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ വി എം ബൈ √2 ഐ എം ബൈ √2 എന്ന് പറയുമ്പോൾ എന്ത് ഫോമിൽ എടുക്കുന്നത്? ആർ എം എസിൻ്റെ ഫോമിൽ അല്ലേ? സോ വി എം ബൈ √2 ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു വി ആൻഡ് ഐ എം ബൈ √2 ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ഐ. സോ പി ഈക്വൽ ടു വി എൻ്റെ അല്ലേ നമുക്ക് കിട്ടിയത്? സെയിം റിലേഷൻ ആണ്. ആൻഡ് ഇവിടുത്തെ കേസ് നോക്കി നമ്മൾ പവർ ഈ ഒരു ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ വിയും ഐയും രണ്ടും നോക്കി, നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം പോസിറ്റീവ് ആണ്, കറണ്ട് വേവ് ഫോമും പോസിറ്റീവ് ആണ് ഇൻ ദിസ് പർട്ടിക്കുലർ ഹാഫ് സൈക്കിൾ അല്ലേ? അപ്പം നമ്മൾ വി ഇൻറ്റു ഐ അല്ലേ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വിയും പോസിറ്റീവ് ആണ്, ഐയും പോസിറ്റീവ് ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം പോസിറ്റീവ് അല്ലേ കിട്ടത്തുള്ളൂ പവർ. അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ പോസിറ്റീവ് പവർ വരച്ചത്. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ നോക്കിയേ. സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഇവിടെ നോക്കിയേ, വോൾട്ടേജ് നെഗറ്റീവ് ആണ്, കറണ്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ് അല്ലേ? സോ സെക്കൻഡ് കേസിൽ
വോൾട്ടേജ് നെഗറ്റീവ് ആണ്, കറണ്ട് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് കിട്ടേണ്ടേ. അപ്പോൾ ഇത് ഞാൻ വരച്ചത് തിരിഞ്ഞു പോയി, ഇത് മുകളിലോട്ട് വരണ്ടേ. ഈ കേസിൽ നോക്കിയാൽ നമ്മുടെ പവർ എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരത്തുള്ളൂ. ഓക്കെ, ഇതാണ് മെയിൻ. ഓക്കെ, സോ 2 ഹാഫ് സൈക്കിളിൽ എൻ്റെ പവറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായി നോക്കേണ്ടത് എങ്ങനെയാണ്? വീൻ്റെ മൾട്ടിപ്ലൈ നോക്കി, വീൻ്റെ ഐയുടെ വാല്യൂസ് നോക്കി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കി, എൻ്റെ കേസ് ഇപ്പോൾ പ്യുവർലി ഓമിക് സർക്യൂട്ട് അല്ലെങ്കിൽ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ ദ പവർ നെവർ ബിക്കം സീറോ ആണ്. പവറിന് എപ്പോഴും വാല്യൂ ഉണ്ടാവും, ഇറ്റ് നെവർ ബിക്കം സീറോ ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. നെഗറ്റീവ് വാല്യൂ നിങ്ങൾക്ക് കിട്ടത്തില്ല. Okay, so in a purely resistive circuit, power is never zero and it is always positive nature. Okay, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഈ സെയിം വേ. ഓക്കെ, സെയിം വേ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളൊരു AC വോൾട്ടേജ് ഞാൻ കൊടുക്കുകയാണ് ത്രൂ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്താണ്, കറസ്പോണ്ടിങ് കറണ്ട് എന്താണ്, പവർ എന്താണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഒരു പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നോക്കി നമുക്കൊരു വോൾട്ടേജ് V Vm sin omega t ഉണ്ട്, അതിനെക്കുറിച്ചായിട്ട് ഇൻഡക്റ്റൻസ് എല്ലോ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ വോൾട്ടേജ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത്, ഓക്കെ, ഈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഒരു കറണ്ട് ഉണ്ടാവും അല്ലേ. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ഇവിടുത്തെ കേസിൽ ഈ ഇൻഡക്ടർ അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കേസിൽ അവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സിമിലർലി ഇവിടെയും ഈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത്, ഈ അപ്ലൈഡ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ, V = L × d/dt. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചതാണ്. ഓക്കെ, സോ ഫ്രം ദിസ് ഇക്വേഷൻ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഇസ് മൈ സെക്കൻഡ് ഇക്വേഷൻ. രണ്ടും വോൾട്ടേജ് എല്ലാം ഇപ്പോൾ ഇക്വേറ്റ് ചെയ്തൂടെ അല്ലേ, ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് Vm sin omega t. ഓക്കെ, ഇവിടെ നിന്ന് L × di/dt വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് Vm sin omega t എന്ന് കിട്ടത്തില്ലേ. ഓക്കെ, sin omega t എന്ന് കിട്ടും. വി നീഡ് ദ ഇക്വേഷൻ ഫോർ I. അപ്പോൾ എന്ത് ചെയ്യണം? ഈ L ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകാം. സോ Vm / L അല്ലേ, എന്നിട്ട് di/dt ഈ dt നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് di ഈക്വൽ ടു എന്നുള്ള കിട്ടിയേ, di മാറ്റി I കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. Vm/L കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റഗ്രൽ sin omega t, ഇൻറ്റഗ്രൽ sin omega t dt എന്ന് കിട്ടും. സോ ഇവിടെ I വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും? Vm / omega L × cos omega t എന്ന് കിട്ടും അല്ലേ. അപ്പോൾ cos omega t തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെയിം ഇക്വേഷനെ I can written as equal to Vm / omega L × ഓക്കെ, cos omega t എന്ന് പറയുമ്പോൾ sin omega t - π/2 എന്ന് എഴുതാമല്ലോ അല്ലേ. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റും. ഇനി സപ്പോസ് ഇപ്പോൾ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് പറഞ്ഞിട്ട് when the sin omega t - π/2 term equal to 1 ആവുന്ന സമയത്ത് we get the maximum value of current. ഓക്കെ, maximum value of current കിട്ടും which can be represented by Im will be equal to ഇവിടെ ബാക്കി എന്തുകൊണ്ട് Vm / omega L എന്ന് കിട്ടും. ഓക്കെ, so in this equation, so this is the fourth equation. 4 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം in the third equation. So I will be equal to ഈ ടേമിന് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം Im sin omega t - π/2. Okay, but this is the equation for current and this is the equation for voltage. അപ്പോൾ നോക്കിയേ, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ Vm sin omega t, പക്ഷേ കറണ്ടിൻ്റെ ഇക്വേഷൻ sin omega t - π/2. സോ കറണ്ട് എന്താണ്? കറണ്ട് ഇസ് ലാഗിങ് അല്ലേ. കറണ്ട് ഇവിടുത്തെ കേസിൽ ലാഗിങ് ആണ്, അത് നമുക്ക് മനസ്സിലാവും. സോ കറണ്ട് lags the voltage in this case specifically. Okay, ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ഫോം വരയ്ക്കാം. See, this is the wave form. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വോൾട്ടേജ് ആണ്, കറണ്ട് നമ്മൾ വേവ് ലാഗിങ് അല്ലേ, അതുകൊണ്ട് നോക്കിയേ അതിൻ്റെ 0 പോയിന്റ് ഇതിന് ശേഷമേ ഞാൻ മാർക്ക് ചെയ്തേ, സ്റ്റാർട്ട് ചെയ്താൽ വേവ് ഇങ്ങനെ പോകുന്നുണ്ട് ബ്ലൂ കളറിൽ. ഓക്കെ, സോ ദിസ് ഇസ് I. ഇനി നമുക്ക് എന്ത് വേണം? പവർ വേണം. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സെയിം ഗ്രാഫ് ഞാൻ വരച്ചിരിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഒന്ന് കൂട്ടി ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ ഫസ്റ്റ് കേസ് നോക്കിയേ, ഇത് ഇവിടെ തൊട്ട് ഇതുവരെ നോക്കുന്ന സമയത്ത് എൻ്റെ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ട് നെഗറ്റീവ് ആണ്. സോ പി പവർ എന്ന് പറയുമ്പോൾ എന്താണ്? പവർ കണ്ടുപിടിക്കും P = V × I അല്ലേ, ആണല്ലോ. P × V × I ആണ്, P = V × I. അതായത് ഇവിടുത്തെ ഇത്രയും കേസിൽ, ഓക്കെ, ഇത്രയും ഒരു പീരീഡിൽ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ട് നെഗറ്റീവ് ആണ്. സോ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വരണ്ടേ? നെഗറ്റീവ് വരണ്ടേ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത് നോക്കിയേ, നമ്മളിത് ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ വരണ്ടേ. സോ ദിസ് ഇസ് ദ പവർ. ഓക്കെ, നമുക്കിങ്ങനെ ഷെയ്ഡ് വേണമെങ്കിൽ ചെയ്യാം. ഇനി അടുത്ത കേസ് നോക്കിയത് ഈ ഒരു ഇൻ്റർവെല്ലിൽ നോക്കിയേ, എൻ്റെ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, കറണ്ടും പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വരത്തുള്ളൂ ഈ റേഞ്ചിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അടുത്തത് നമുക്കിത് ഈ റേഞ്ച് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ, കറണ്ട് പോസിറ്റീവ് ആണ്, വോൾട്ടേജ് നെഗറ്റീവ് ആണ് എന്ന് വെച്ചാൽ ഈ റേഞ്ചിൽ.
സോ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് എഗെയിൻ നെഗറ്റീവ് ആണ് വരേണ്ടത്. സോ എഗെയിൻ ഇങ്ങനെ വരും. ഇനി അടുത്ത റേഞ്ച് നോക്കി, ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ് വരേണ്ടത്. ഇവിടെ എങ്ങനെ വരും? സോ ദിസ് ഇസ് ദ പവറിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഇനി പവറിൻ്റെ ഇക്വേഷൻ കൂടെ നമുക്ക് എഴുതാം. സോ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു പവർ ബി ഈക്വൽ ടു വിയുടെ ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി, ഐയുടെ ഇക്വേഷൻ ഐ എം സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഓക്കെ, സോ വി എം ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. അല്ലെ, സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസിൻ്റെ ടേം എഴുതിക്കൂടെ, കോസ് ഒമേഗ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും? സൈൻ 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 എന്ന് വരത്തില്ലേ? ഓക്കെ, സോ ദിസ് ഇസ് ഇക്വേഷൻ ഫോർ പവർ. ഓക്കെ, നമുക്ക് മൈനസ് വാല്യൂ കൂടെ വരും. അപ്പോൾ ഇനി ഇക്വേഷൻ നോക്കിയേ, ഈ ഇക്വേഷനിൽ നമ്മൾ കഴിഞ്ഞ കേസ് നോക്കിയപ്പോൾ പവറിന് 2 പാർട്ടുണ്ടായിരുന്നു, കോൺസ്റ്റൻറ്റും ഫ്ലക്ച്വേറ്റിങ്ങും. ഇവിടെ ഈ ഫ്ലക്ച്വേറ്റിംഗ് പാർട്ട് മാത്രമല്ലേ ഉള്ളൂ, കോൺസ്റ്റൻ്റ് ഇല്ല. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇത് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാണ്. അതായത് വി ആർ ടേക്കിംഗ് ദ ആവറേജ് ഫോർ എ ഹോൾ സൈക്കിൾ. ഓക്കെ, ആവറേജ് ഫോർ ഹോൾ സൈക്കിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് പവർ വിൽ ബി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് വി എം ഐ എം ബൈ 2. ഹോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ദിസ് ഇസ് 0 to 2π വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 to 2π സൈൻ 2 ഒമേഗ ടി ഇൻറ്റു ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ തന്നെ കിട്ടും. വാല്യൂ എന്താണ്? 0. ദിസ് വിൽ ബി ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, സോ ഇൻ ദിസ് കേസ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻഡ് ഇവിടെ കിട്ടിയ നോക്കിയേ, ഈ പവർ വേവ് നോക്കിയേ, പവർ എന്ന് പറയുമ്പം അതൊരു സൈനസോഡൽ നേച്ചറുള്ള സിഗ്നൽ അല്ലേ? ആണല്ലോ. സോ ഇവിടെയും പവർ വേവ് ഇസ് എ സൈൻ വേവ് ആയിരിക്കും. ഓക്കെ, ഇനി സെയിം തിങ്. ഓക്കെ, നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണ്, വോൾട്ടേജ് അപ്ലൈ ആണ് ആൻഡ് കപ്പാസിറ്റർ ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ ഈ കപ്പാസിറ്റർ 2 പ്ലേറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? നമ്മൾ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് പറ്റും? ആ പ്ലേറ്റ്സിൽ ചാർജസ് ഫോം ചെയ്യും. ആ ചാർജും കപ്പാസിറ്റൻസ് നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് Q ഈക്വൽ ടു സി ഇൻറ്റു വി റിലേഷൻ. ഓക്കെ, ആൻഡ് സി ഇൻറ്റു വി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? വി എം സൈൻ ഒമേഗ ടി. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസിൽ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കറണ്ട് ഐ ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഐ വിൽ ബി ഈക്വൽ ടു നമ്മുടെ ചാർജ് എന്താണ്? ഡി ക്യൂ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി. സോ ഐ വിൽ ബി ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. ആൻഡ് ക്യൂയുടെ ഇക്വേഷൻ എന്താണ്? ക്യൂയുടെ അകത്ത് എന്ത് വരണം? സി ഇൻറ്റു വി എം സൈൻ ഒമേഗ ടി എന്ന് വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് വരും? സി ആൻഡ് വി രണ്ടും കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ സി വി എം കോൺസ്റ്റൻറ്റ് വരും. ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി ഈ ഒമേഗ ഇൻറ്റു സി എന്ന് എഴുതിയിരിക്കുന്നില്ലേ, അതിന് എനിക്ക് 1 ഒമേഗ സി എന്ന് എഴുതാമല്ലോ. നമ്മൾ മുകളിലിടുമ്പോഴും സെയിം അല്ലേ കിട്ടുന്നത്? ഓക്കെ, ആ ഒരു ഫോമിൽ എഴുതി. ഇനി ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ്, ഓക്കെ, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പം അങ്ങനെയാണെങ്കിൽ വെൻ ദിസ് വാല്യൂ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് we get the maximum value of current I as Im. Im will be equal to Vm divided by 1 by omega c. Equation number 2. 2 in 1 substitute ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 in 1 ചെയ്യുന്ന സമയത്ത് we get I will be equal to Im cos omega t. Cos omega t എങ്ങനെ എഴുതാൻ പറ്റും എനിക്ക്? Im sin omega t plus pi by 2 എന്ന് എഴുതാമല്ലോ നമുക്ക് അല്ലേ? which implies that നോക്കി വോൾട്ടേജ് Vm sin omega t, I is Im sin omega t plus pi by 2. അതായത് current will be leading. Current leads the voltage by a phase difference of plus pi by 2. ഓക്കെ, അപ്പോൾ കറണ്ട് ലീഡ് ചെയ്ത് പറയുമ്പോൾ വേവ് ഫോം നോക്കി, വോൾട്ടേജ് പോകുന്നുണ്ട്, കറണ്ട് ലീഡ് ചെയ്താൽ പോകുമ്പോൾ കറണ്ട് ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ കറണ്ട്. ഓക്കെ, സോ കറണ്ട് ലീഡ്സ്. അതിൻ്റെ അടുത്ത കേസും പവർ പറയാൻ പറ്റും. നമുക്ക് ഓരോ ടൈം ഇൻ്റർവെൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് സൈനസോഡൽ നേച്ചറിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് ഇവിടെ നോക്കി പോസിറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ എന്താണ് കിട്ടുന്നത്? അത് പവറിൻ്റെതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പവർ വേവ് ഫോം. ഇവിടെ എന്തായിരിക്കും? സൈനസോഡൽ നേച്ചറിലായിരിക്കും. ആൻഡ് ഓൾസോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ പറയാൻ പറ്റും. സോ പി ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. അതായത് വി ഇൻറ്റു ഐ ആണ്. സോ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ എന്താവും? അത് കോസ് ഒമേഗ ടി ആവും. എന്നിട്ട് എന്ത് ചെയ്യാം? സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ 2 നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് സൈൻ 2 ഒമേഗ ടി ബൈ 2. ആൻഡ് ഓവർ ആ ഹോൾ പീരീഡ് നമ്മളൊരു ഫുൾ സൈക്കിളിൻ്റെ കേസ് എടുക്കുമ്പോൾ ദ പവർ വിൽ ബി ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടും. ഓക്കെ, സെയിം ആസിൻ്റെ കേസും എന്താണ്? ഇൻഡക്റ്റീവിൻ്റെ കേസിൽ. ആൻഡ് ഇറ്റ് വിൽ ബി എ സൈനസോഡൽ സിഗ്നൽ വിത്ത് എ ഫ്രീക്വൻസി ഡബിൾ ദാറ്റ് ഓഫ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ അതാണ് ദ കേസ് ഓഫ് ദി കപ്പാസിറ്റൻസ് ഉള്ള സർക്യൂട്ട്. ഒരു പോയിന്റും കൂടെ, നമ്മളിത് ഇവിടെ ഈ 1 by omega c എന്നൊരു ടേം ഇട്ടില്ലേ? സി ദിസ് 1 by omega c എന്ന് പറയുന്ന ടേം is called as my capacitive reactance. Okay, capacitive reactance നമ്മൾ പറയും.
ഓക്കെ, അതിനെ എക്സ് സി എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഇൻഡക്ടർ പഠിച്ച സമയം അവിടെ നമ്മൾ ഒമേഗ സി എന്നൊരു ടേം യൂസ് ചെയ്തു. അപ്പോൾ അതിനെ നമുക്ക് എക്സ് എൽ എന്ന് പറയും, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സും കൂടെ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇനി നമ്മൾ ഇംപെഡൻസ് എന്താണ്, അഡ്മിറ്റൻസ് എന്താണെന്ന് നോക്കുന്നത്. ഓക്കെ, സോ ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ ഇസഡ് ആണ്. സി, ദിസ് ഇസ് ദി ഇംപെഡൻസ് ഇസഡ് വിൽ ബി ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ്. ഈ ആർ എന്ന് പറയുന്നത് എൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കും ഓംസിലുള്ള. അതേപോലെ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എൻ്റെ റിയാക്ടൻസും ആണ്. ഇനി ഇംപെഡൻസിനെ നമുക്കൊരു ഫേസർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ വി ഹാവ് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ദിസ് ഇസ് മൈ റിയൽ ആക്സിസ്. ഓക്കെ, റിയൽ ആക്സിസ് ആണ് ആൻഡ് ദിസ് ഇസ് മൈ ഇമാജിനറി ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇസഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് മൈ ഫേസർ ഇസഡ്. ഓക്കെ, ആൻഡ് ഈ ഫേസർ ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ റിയൽ ആക്സിസ് നിന്ന് അങ്ങോട്ട് ടിൽറ്റ് ചെയ്തില്ലേ, അപ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ഈ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് ആക്സിലെ പോയിന്റ് ആണ്, ഈ എക്സ് എന്ന് പറയുന്നത് ഈ വൈ ആക്സിലെ പോയിന്റും ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഇംപെഡൻസ് ഇസഡ് ഈക്വൽ ടു ആർ പ്ലസ് ജെ എക്സ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആൻഡ് അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കണ്ടുപിടിച്ച ഇസഡിൻ്റെ 1/1 ഇസഡ് ആണ് അഡ്മിറ്റൻസ് വൈ എന്ന് പറയുന്നത്. സോ ഇംപെഡൻസ് ഇസഡ് ആണ്, അഡ്മിറ്റൻസ് വൈ ആണ്. ആൻഡ് ഈ വൈക്ക് ഒരു ഫോം ഉണ്ട്. നോക്കി, വൈ ഈക്വൽ ടു ജി പ്ലസ് ജെ ബി. അതിൽ ജി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞ പോലെ ഇവിടെ കണ്ടക്ടൻസ് ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോൾ ജി പ്ലസ് ബി അല്ലെ, ജി പ്ലസ് ജെ ബി. ഈ ബി എന്ന് പറയുന്നത് സസെപ്റ്റൻസ് ആണ്, ലൈക്ക് ഈ റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി ഇംപെഡൻസ് ആൻഡ് അഡ്മിറ്റൻസ്. ഇനി നമ്മൾ പവറിൻ്റെ കുറച്ച് വാല്യൂസ് പഠിച്ചു വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി വാല്യൂ വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പവർ ഇൻ ആൻ AC സർക്യൂട്ട്. ഓക്കെ, അതിൽ 4 ഫോർമുലാസ് ഉണ്ട്, 4 ഡിഫറെൻറ്റ് പവേഴ്സ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതിൽ ജസ്റ്റ് കൺസിഡർ ദിസ് ഫേസ് ഡയഗ്രാം. നോക്കി, ഇതിൽ എക്സ് ആക്സിൽ നമ്മൾ വോൾട്ടേജ് വെച്ചേക്കുന്നത്. എന്നിട്ട് കറണ്ട് ലീഡ് ചെയ്യുന്നൊരു കേസിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫേസർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലാണ്, സോ കറണ്ട് ലീഡിങ് ആണ്. അപ്പോൾ ബൈ ആൻ ആംഗിൾ ഫൈ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ദിസ് ഇസ് ദ ആംഗിൾ ഫൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കി പറയാമല്ലോ അല്ലെ. വിത്ത് റെസ്പെക്ട് ടു ഫൈ പറയുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് എന്താണ്, ഐ കോസ് ഫൈ ആണ്. ദിസ് ഇസ് ഐ കോസ് ഫൈ ആൻഡ് ദിസ് ഇസ് ഐ സൈൻ ഫൈ. ഈ ഐ കോസ് ഫൈനെ ഞാൻ എൻ്റെ ഇൻഫേസ് കമ്പോണൻറ്റും അല്ലെങ്കിൽ ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറയും. അതേപോലെ ഈ ഐ സൈൻ ഫൈനെ എൻ്റെ ക്വാഡ്രേച്ചർ അല്ലെങ്കിൽ റിയാക്റ്റീവ് കമ്പോണൻ്റ് എന്നും പറയാണ്. സോ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഫേസ് ഡയഗ്രം ഞാൻ പറയാണ്, എൻ്റെ ഫസ്റ്റ് വൺ എൻ്റെ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ എന്ന് പറയുന്നത് P will be equal to നമ്മൾ നോക്കിയാൽ ഇറ്റ് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദ വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറയുന്ന ഐ മൾട്ടിപ്ലൈഡ് ബൈ നമ്മുടെ ഇൻ ഫേസ് കമ്പോണൻറ്റ്. അതെന്താണ്, ഐ കോസ് ഫൈ. സോ വി ഇൻറ്റു ഐ കോസ് ഫൈ ഇൻ വാട്ട്സ് ആണ് യൂണിറ്റ് വരുന്നത്. അപ്പോൾ അതാണ് റിയാക്റ്റീവ് പവർ, അതാണ് ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് നമ്മൾ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ എഗെയിൻ പി ആണ്. ഓക്കെ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി ആണ്, റിയാക്റ്റീവ് പവർ ആണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു നോക്കി നമ്മൾ ഈ വോൾട്ടേജ് അഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ ദി ക്വാഡ്രേച്ചർ കമ്പോണൻറ്റ്, അതായത് വി ഇൻറ്റു ഐ സൈൻ ഫൈ ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എഴുതുന്ന ആ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വോൾട്ട് ആംപിയർ റിയാക്റ്റീവ് ആണ്, VAR എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി തേർഡ് വൺ ആണ് അപ്പാരൻറ്റ് പവർ. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പവർ വിൽ ബി ഈക്വൽ ടു എന്താണ്, V ഇൻറ്റു ഐ. സാധാരണ വോൾട്ടേജ് മൾട്ടിപ്ലൈ ബൈ കറണ്ട് ചെയ്യുമ്പോഴാണ് അപ്പാരൻറ്റ് പവർ കിട്ടുന്നത്. അതിൻ്റെ യൂണിറ്റ് നോക്കി വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ കിലോ വോൾട്ട് ആംപിയർ കിട്ടും, വോൾട്ട് ആംപിയർ. ഓക്കെ, ഇനി നാലാമത്തെയാണ് പവർ ഫാക്ടർ. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് കോസ് ഫൈ. ഫൈ എന്താണ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ ദീസ് ആർ ദി 4 പവേഴ്സ്. ഈ 4 ഇക്വേഷൻ പഠിച്ചു വെച്ച് നമുക്ക് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഒരു സിംഗിൾ റെസിസ്റ്റീവ് സർക്യൂട്ടുള്ള കേസിൽ, പിന്നെ ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ, അതേപോലെ ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ, ഇത് മൂന്നെണ്ണം ഇൻഡിവിജ്വൽ വരുന്ന സമയത്ത് ആ AC സർക്യൂട്ട്സിനെ നമ്മൾ അനലൈസ് ചെയ്തായിരുന്നു. സിമിലർലി ഇനി നമ്മൾ കോമ്പിനേഷനാണ് പറയുന്നത്. ഇവിടുത്തെ കേസ് നോക്കി, ദിസ് ഇസ് എൻ RL സർക്യൂട്ട്. എന്തുകൊണ്ടാണ്, ഈ സർക്യൂട്ടിൽ 6 ഉണ്ട്, എല്ലോ ഉണ്ട്. സോ ദിസ് ഇസ് എൻ RL സർക്യൂട്ട്. സെയിം വേ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഇതിന് കറക്റ്റായിട്ട് കറണ്ട് ഉണ്ടാവും. ഓക്കെ, ആൻഡ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഈ സർക്യൂട്ടിൻ്റെ അനാലിസിസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസ് നോക്കി, ഇവിടുത്തെ കേസിൽ ഈ റെസിസ്റ്റർ നെക്രോസുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് പറയാൻ പറ്റും, VR. ആ റെസിസ്റ്റർ ആയതുകൊണ്ട് നെക്രോസുള്ള വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു R. സോ I ഇൻറ്റു R പറഞ്ഞു. ഇനി സെയിം വേ ഈ ഇൻഡക്റ്റർ നെക്രോസ് ആയിട്ടുള്ള നമ്മുടെ വോൾട്ടേജിനെ VL എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് I ഇൻറ്റു R എന്ന് പറയാൻ പറ്റും. അതായത് I ഇൻറ്റു റെസിസ്റ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടേം വരണം. നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഇൻഡക്റ്റീവ് സർക്യൂട്ട് പഠിച്ച സമയത്ത് അല്ലേ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ ടേമാണ് വാട്ട് ഇസ് കോൾഡ് ആസ് എ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ. നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് XL വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഒമേഗ ഇൻറ്റു L അല്ല, ഒമേഗ ഇൻറ്റു L ആണ്, സി അല്ല, ഒമേഗ ഇൻറ്റു L വരുന്നത്.
അപ്പോൾ ഇതാണ് ഇൻഡക്ടർ റിയാക്ടൻസ്. ആ ടേം അവിടെ വന്നത്. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വലൻ ടു റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും വി ആർ ഇക്വൾ ടു ഐ ഇൻറ്റു ആർ ചെയ്ത പോലെ വി എൽ ഇക്വൾ ടു ഐ ഇൻറ്റു എക്സ് എൽ എന്ന് പറഞ്ഞൂടെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇവിടുത്തെ കേസിൽ നമുക്ക് 2 വോൾട്ടേജ് ഉണ്ട്, വി ഹാവ് എ കറണ്ട് ഐ ഉണ്ട്. അതിന് നമ്മൾ ഫേസർ ഫോമിൽ പറയാണ്. അപ്പോൾ ഫേസർ ഫോമിൽ പറയുന്ന ആദ്യം എനിക്കൊരു റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഫേസർ വേണം. അപ്പോൾ അത് ഐ പറയാണ്. നോക്കേ, ഇവിടെ ഞാനൊരു റെഫറൻസ് ഫേസർ വരച്ചു, അതാണ് എൻ്റെ ഐ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ആക്ച്വലി വോൾട്ടേജ് അല്ലേ വേരി ചെയ്യുന്നത്, കറണ്ട് കോൺസ്റ്റന്റ് അല്ലേ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ സീരീസ് സർക്യൂട്ട്. ഓക്കെ, അതുകൊണ്ട് ഇനി ആദ്യം വരുന്ന വോൾട്ടേജ് എന്താണ്, വി ആർ. റെസിസ്റ്ററിനെ കുറിച്ചുള്ള വോൾട്ടേജ് എന്താണ്, വി ആർ ആണ് വരുന്നത്. ആൻഡ് വി നോ ദാറ്റ് നമ്മൾ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, അവിടുത്തെ കേസിൽ എൻ്റെ കറണ്ടും ഓക്കെ എൻ്റെ വോൾട്ടേജും രണ്ടും എന്താണ് ഇൻ ഫേസ് ആയിരുന്നില്ലേ. അതുപോലെ നമ്മൾ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഐ ഇങ്ങനെ വരയ്ക്കും, അതിൻ്റെ സെയിം ഇൻ ഫേസിലായിരിക്കും അവിടുത്തെ വോൾട്ടേജ് വി ആറും വരുന്നത്. ഇനി നമ്മൾ വി എല്ലിൻ്റെ കേസിൽ എങ്ങനെ പറഞ്ഞേ, അവിടെ എനിക്ക് എന്തുണ്ടായിരുന്നു, ഇങ്ങനല്ല, അവിടെ നമ്മൾ വോൾട്ടേജ് എല്ലാം ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞിട്ട് ഐ വേരി ചെയ്തു. ഇവിടെയും വോൾട്ടേജ് ഫിക്സ് ചെയ്തിട്ട് അല്ലേ, നമ്മൾ എല്ലിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ കേസ് പറഞ്ഞ സമയം എങ്ങനെയായിരുന്നു, ആരായിരുന്നു ലീഡിങ്, ആരായിരുന്നു ലാഗിങ്, കറണ്ട് വാസ് ലാഗിങ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ കറണ്ട് വാസ് ലാഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കേണ്ടത്, ഇങ്ങനല്ലേ വരച്ചിരുന്നത്. കറണ്ട് ലാഗ് ചെയ്തു, വൈ ആൻ ആംഗിൾ തീറ്റയോ ഫൈ എന്ന് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതിലാണ്. അപ്പോൾ അവിടുത്തെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഐ റെഫറൻസ് ഫേസറായിട്ട് ഫിക്സ് ചെയ്തില്ലേ, ആണല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നോക്കിയേ, വോൾട്ടേജ് വി എൽ കറസ്പോണ്ടിങ് ടു ദ ഇൻഡക്റ്റൻസ് വിൽ ബി ലീഡിങ്. അപ്പോൾ നോക്കിയേ, ഈ ഇൻഡക്ടറിന് പെർപെൻഡിക്കുലർ അല്ലേ, ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രിയാണ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഇതെങ്ങനെ പറയാൻ പറ്റും, ദ വോൾട്ടേജ് വി എൽ ലീഡ്സ് ദ കറണ്ട് ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ആൻഡ് ദ വോൾട്ടേജ് വി ആർ ഇസ് ഇൻ ഫേസ് വിത്ത് ദ കറണ്ട് ഐ. ഓക്കെ, അത്രയായല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ വരച്ചു. ഈ തീറ്റ നമ്മൾ 90 ഡിഗ്രി എന്നാണ് പറഞ്ഞത്, കാരണം അവിടെ പ്ലസ് 5/2 എന്നല്ലേ കിട്ടിയത് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ വെക്ടേഴ്സും കൂടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഇതിനെ ഞാൻ എൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുകയാണ്. ഓക്കെ, വി ഇസ് എ റിസൾട്ടൻ്റ് ബിറ്റ്വീൻ വി എൽ ആൻഡ് വി ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫേസ് അപ്പം ഇരിക്കണ്ടേ, നമുക്കിനി ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, ഇവിടുത്തെ കേസിൽ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് വിൽ ബി ലീഡിങ് ദ കറണ്ട്. അപ്പോൾ നമ്മൾ വേവ് ഫോം വരയ്ക്കുമ്പോൾ നോക്കി, വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷന് പറയാൻ പറ്റും, വി ഈക്വൾ ടു വി എം സൈൻ ഒമേഗയുടെ ചേഞ്ച് വരത്തില്ല. കറണ്ടിൽ എന്ത് ചേഞ്ച് വരും, കറണ്ട് ഇസ് ലാഗിങ്, വോൾട്ടേജ് ലീഡിംഗ് എന്ന് വെച്ചാൽ കറണ്ട് ലാഗിങ് അല്ലേ. അപ്പോൾ ഐ വിൽ ബി ഈക്വൾ ടു ഐ എം സൈൻ ഒമേഗ ടി -5. ഈ ഫൈ എന്താണ്, ഓക്കെ, ഈ ഒരു ഫേസർ ഇവിടെ മൂവ് ചെയ്യുന്ന ഈ ഒരു ആംഗിളിലാണ് ഞാൻ ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് ഫൈ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് എ വാല്യൂ ഫോർ റിസൾട്ടൻറ്റ് വോൾട്ടേജ്. റിസൾട്ടൻറ്റ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി ആണ്. ഓക്കെ, റിസൾട്ടൻറ്റ് വോൾട്ടേജ് ഈ റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ വി വിൽ ബി ഈക്വൾ ടു √of VR² + VL². വി ആറിൻ്റെ വാല്യൂ എത്രയാണ്, ഐ ആർ. വി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, ഐ എക്സ് എൽ. സ്ക്വയർ ചെയ്യാം, ഈ ഐനെ കോമൺ ആക്കി എടുക്കാം, √of R² + XL². ഇനി ഈ ടേമിന് ഞാൻ പറയുന്നതാണ്, ദിസ് വിൽ ബി ഈക്വൾ ടു ഇസഡ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് കോൾഡ് ആസ് മൈ ഇംപെഡൻസ്. ഇംപെഡൻസ് ആർ ഇസഡ് ഈക്വൾ ടു √of R² + XL² ആണ്. ഓക്കെ, സോ വിൽ ബി ഗെറ്റിംഗ് ബി ഈക്വൾ ടു ഐ ഇൻറ്റു ഇസഡ് ആണ് റിസൾട്ടൻറ്റ് വോൾട്ടേജ്. ഇനി ഫേസ് ആംഗിൾ ഫൈ വിൽ ബി ഈക്വൾ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഓക്കെ, നമ്മളിത് ഈ ഇക്വേഷൻ എഴുതിയില്ലേ, ഈ ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ടേം ഡിവൈഡ് ബൈ ഈ ടേം, അതായത് ഐ എക്സ് എൽ ഡിവൈഡ് ബൈ ഐ ആർ. ഐ ഒയും ക്യാൻസൽ ആവും, സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ ഡിവൈഡ് ബൈ ആർ. ആൻഡ് പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ കോസ് ഫൈ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി ആർ എൽ സർക്യൂട്ട്. നമ്മളിനി ആർ സിയും പഠിക്കും, ആർ എൽ സിയും പഠിക്കും. നെക്സ്റ്റ് വൺ നമ്മളൊരു ആർ സി സർക്യൂട്ട് എടുക്കുകയാണ്. ഓക്കെ, വി ഹാവ് എൻ ആർ, വി ഹാവ് എ സി ആൻഡ് വി ഹാവ് എ വോൾട്ടേജ്. വോൾട്ടേജ് വി ഈക്വൾ ടു എന്താണ്, വി എം സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കി, വോൾട്ടേജ് വന്ന് ഈ റെസിസ്റ്റർ ക്രോസ് ആയിട്ട് വി ആർ, കപ്പാസിറ്റർ ക്രോസ് ആയിട്ട് വി സിയും വരും, വി ആർ വി സിയും വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ആറിനെ നമുക്ക് ഐ ഇൻറ്റു ആർ എന്ന് പറയാൻ പറ്റും, വി സിനെ ഐ ഇൻറ്റു ആറിന് പകരം എക്സ് സി, വിച്ച് ഇസ് ദി കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഫേസ് ഡയഗ്രം നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഐ ആണ് എൻ്റെ റെഫറൻസ് ഫേസർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ റെസിസ്റ്ററിൻ്റെ കേസിൽ വി ആറും ഐയും വിയും ഐയും ഇൻ ഫേസ് ആണ്. അപ്പോൾ ഐയും വി ഇൻ ഫേസ് ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ എങ്ങനെയാണ്, കറണ്ട് വിൽ ബി ലീഡിങ് ദ വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് വിൽ ബി ലാഗിങ് ദ കറണ്ട് ആണ്. അപ്പോൾ കറണ്ട് ആണെങ്കിൽ നോക്കിയാൽ വോൾട്ടേജ് ലാഗ് ചെയ്യാണ്. അപ്പോൾ വോൾട്ടേജ് താഴെ വരേണ്ട, താഴെ നമ്മൾ മാർക്ക് ചെയ്തു ബൈ ആൻ ആംഗിൾ 5. അതിനെ ഞാൻ വി സി എന്ന് മാർക്ക് ചെയ്തു ബൈ ആൻ ആംഗിൾ 90 ഡിഗ്രി പറയാണ്. ആൻഡ് ഈ റിസൾട്ട് എന്താണ്, വി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വേവ് ഫോം നോക്കിയാൽ, ഇവിടുത്തെ വേവ് ഫോമിൽ നമ്മൾ പറയും ദ വോൾട്ടേജ് വിൽ ബി ലാഗിങ് ദ കറണ്ട്, വോൾട്ടേജ് ലാഗ്സ് ദ കറണ്ട്. അപ്പോൾ വേവ് ഫോം നോക്കിയാൽ, വേവ് ഫോമിൽ സി ദിസ് ഇസ് ദ വോൾട്ടേജ് ആൻഡ് ദിസ് ഇസ് ദ കറണ്ട്. അപ്പോൾ കറണ്ട് ലാഗ് ചെയ്യല്ലേ, സോറി വോൾട്ടേജ് ലാഗ് ചെയ്യല്ലേ, കറണ്ടാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടുത്തെ അപ്പം നമുക്ക് പറയാം വി ഈക്വൾ ടു വി എം സൈൻ ഒമേഗ ടി, ഐ വിൽ ബി ഈക്വൾ ടു ഐ എം ഒമേഗ ടി +5, കാരണം കറണ്ട് ഇസ് ലീഡിങ്.
ഓക്കെ, ഇനി റിസൾട്ട് എന്തായിരിക്കും? വി വിൽ ബി ഈക്വൽ ടു, നോക്കിയേ, ഈ റിസൾട്ടൻ്റെ വി വിൽ ബി ഈക്വൽ ടു വി ആർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി സി സ്ക്വയർ. നേരത്തെ ചെയ്ത പോലെ എ ആർ സ്ക്വയർ പ്ലസ് ഐ എക്സ് സി സ്ക്വയർ, ഐ കോമൺ ആക്കി എടുക്കാം, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സി സ്ക്വയർ എന്ന് പറഞ്ഞ ടേം വിൽ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ഇംപെഡൻസ്. അപ്പോൾ ഐ ഡീസറിന്ന് കിട്ടും, സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ആർ എൽ സർക്യൂട്ട്. ഇനി ഫേസ് ആംഗിൾ നോക്കിയേ, ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സി ബൈ ആർ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ദ ഈ ടേം ഡിവൈഡ് ബൈ ഈ ടേം ചെയ്യുമ്പോൾ എക്സ് സി ബൈ ആർ. ഇനി വാട്ട് ഇസ് ദിസ് എക്സ് സി? എക്സ് സി എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഈക്വൽ ടു 1/ωc എന്ന് പറഞ്ഞില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. അപ്പോൾ എക്സ് സിക്ക് പകരം 1/ωc, അതായത് 1/ωRC. ടാൻ ഇൻവേഴ്സ് ωRC ആണ് ദ ഫേസ് ആംഗിൾ ഓഫ് എ ആർ സി സർക്യൂട്ട്. ഇനി ലാസ്റ്റ് വൺ, ദി ആർ എൽ സി സർക്യൂട്ട്. അപ്പോൾ നോക്കിയാൽ വി ഹാവ് ദി ആർ എൽ സി സർക്യൂട്ട് ആൻഡ് വോൾട്ടേജ് വി അപ്ലൈ. വി ആർ ആണ്, വി എൽ ഉണ്ട്, വി സി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നമുക്കറിയാം വി എന്താണ്, വി എൽ എന്താണ്, വി സി എന്താണെന്ന് അറിയാം. ആൻഡ് നമുക്കറിയാം ഈ ഇൻഡക്ടറിൻ്റെ കേസിൽ എന്തുമായിട്ട് സംഭവിക്കുന്നത്, നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ കേസിൽ വി ആറിൻ്റെ കേസിൽ ഐയും വിയും ഇൻ ഫേസ് ആയിരിക്കും. ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് ലീഡ്സ് എ വോൾട്ടേജ് ബൈ π/2. നമ്മൾ പ്ലസ് π/2 എന്ന് എഴുതിയില്ലേ, ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് π/2 അതുപോലെ. അതുപോലെ ഇവിടുത്തെ കേസിലോ അതേപോലെ നമ്മളെ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുന്നത്, വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആയിരിക്കും. ഇൻഡക്ടറിൻ്റെ കേസിൽ കറണ്ട് വിൽ ബി ലാഗിങ് അല്ലേ, -π/2. നമ്മൾ ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി -π/2 എന്ന് എഴുതിയേ. എന്ന് വെച്ചാൽ വി കെൻ സീ ദറ്റ് കറണ്ട് ഇസ് ലാഗിങ് ബൈ π/2 അല്ലെങ്കിൽ വോൾട്ടേജ് ഇസ് ലീഡിങ് ബൈ π/2 എന്ന് പറയാം. ഓക്കെ, അതേപോലെയാണ് നമ്മളിത് ഇവിടെ എഴുതിയിരിക്കുന്നത്, വോൾട്ടേജ് ലീഡ്സ് ബൈ π/2. ഇനി നമ്മൾ പറയുന്നത് വി സി കപ്പാസിറ്ററിൻ്റെ കേസിൽ എന്താണ്, വോൾട്ടേജ് ലാഗ്സ് ബൈ π/2 ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി കേസസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫേസർ ഡയഗ്രം വരയ്ക്കാം. അപ്പോൾ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് കേസാണ് പറയുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ നോക്കി, വെൻ വി എൽ ഇസ് ഗ്രേറ്റർ ദാൻ വി സി, ആ സമയത്ത് വി സി ദാറ്റ് വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 5. വോൾട്ടേജ് വിൽ ബി ലീഡിങ് ദ കറണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നോക്കി, നമുക്ക് ഇവിടുത്തെ കേസിൽ 3 വോൾട്ടേജ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു റെഫറൻസ് വരയ്ക്കാം, ഐ. ഓക്കെ, ഒരു റെഫറൻസ് വരച്ചിട്ട് ഇനി ആദ്യം വരുന്ന വോൾട്ടേജ് എന്താണ്, വി ആർ. വി ആറും ഇതും എന്താണ്, ഇൻ ഫേസ് ആയിരിക്കും, രണ്ടും ഇൻ ഫേസ് ആയിരിക്കും വി ആർ. ഇനി അടുത്ത വരുന്നത് വി എൽ ആണ് അല്ലേ. അപ്പോൾ വി സേ ദാറ്റ് വോൾട്ടേജ് ഇസ് ലീഡിങ് ആണ്, വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ഇൻ ദ കേസ് ഓഫ് എന്താണ്, വി എൽ. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്ത കേസ് നോക്കിയാൽ വി എൽ ഇസ് ഗ്രേറ്റർ ദാൻ വി സി. അപ്പോൾ വി എല്ലിൽ ലീഡ് ചെയ്യാണ് ബൈ 90 ഡിഗ്രി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് റിസൾട്ടൻ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ വി എല്ലിൻ്റെ വാല്യൂ കൂടുതലാണ് ആൻഡ് വി സിയുടെ വാല്യൂ എന്താണ്, വി സി ലാഗ്സ് ബൈ π/2. അപ്പോൾ നേരെ താഴോട്ട് 90 ഡിഗ്രി, ഇത് -90 ഡിഗ്രി. വി എല്ലിൻ്റെ നമ്മൾ ഇവിടുത്തെ കേസിൽ വി സി ചെറുതല്ലേ, അപ്പോൾ വി സിയുടെ റിസൾട്ടൻ്റ് ഞാൻ എന്തെങ്കിലും വരയ്ക്കുന്നത് വി സി. ആൻഡ് ഇവിടുത്തെ റിസൾട്ടൻ്റ് എങ്ങനെയായിരിക്കും, ഇത് കണക്ട് ചെയ്യുന്നതായിരിക്കും എൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കേസിൽ വി സി ഇസ് ഗ്രേറ്റർ ദാൻ വി എൽ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മളിത് ഇവിടെ വരച്ചതുപോലെ ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഐ വരയ്ക്കണം. സോ വി ഹാവ് ദ റെഫറൻസ് ഐ. എന്നിട്ട് വി സി ആദ്യത്തെ വോൾട്ടേജ് എന്താണ്, വി ആർ അല്ലേ, വി ആർ അല്ലേ ആദ്യത്തെ വോൾട്ടേജ്. അപ്പോൾ ആദ്യത്തെ വോൾട്ടേജ് നോക്കി നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുന്നത്, ദിസ് ഇസ് എ വോൾട്ടേജ് വി ആർ. രണ്ടും ഇൻ ഫേസ് ആണ്. ഈ രണ്ടാമത് വരുന്നത് എന്താണ്, രണ്ടാമത് വരുന്നത് വോൾട്ടേജ് വി എൽ ആണ്. ഓക്കെ, വി എൽ ആണ്. ആൻഡ് വി എൽ ഇസ് ലീഡിങ് എന്ന് വെച്ചാൽ നേരെ മുകളിലാണ്, പക്ഷേ വി എൽ ചെറുതല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇത് ചെറുതാക്കി വരച്ചു വി എൽ. ആൻഡ് ഇവിടുത്തെ കേസിൽ വി സി -π/2 ആണ്, താഴെയാണ്, പക്ഷേ വലുതാണ്, കാരണം വി സി ഇസ് ഗ്രേറ്റർ, വി സി ഇസ് ഗ്രേറ്റർ. അപ്പം ഞാൻ റിസൾട്ട് എടുത്ത് ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, സോ ദീസ് ആർ ദ 2 കേസസ്. ഇവിടെ മുകളിൽ വന്നത് ഇവിടെ താഴെ, കാരണം ഇവിടെ വി എൽ ഇസ് ഗ്രേറ്റർ, ഇവിടെ വി സി ഇസ് ഗ്രേറ്റർ. ഇനി റിസൾട്ട് ഇങ്ങനെ പറയും, വി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ ആണേ. അപ്പോൾ വി സിക്ക് പകരം വി എല്ലിന് പകരം നമ്മൾ ഐ എക്സ് എൽ, ഇവിടെ ഐ എക്സ് സി, ഇവിടെ ഐ ആർ. അപ്പോൾ ഐ കോമൺ ആക്കി എടുക്കാമല്ലോ, നമുക്ക് കോമൺ ആക്കി എടുത്തു. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ വന്നു. ഈ ടേം ആണ് എൻ്റെ ഇംപെഡൻസ് ഇസഡ് എന്ന് പറയുന്നത്. സോ ഐ ഇൻറ്റു ഇസഡ് ആണ് റിസൾട്ടൻ്റ് വി എന്ന് പറയുന്നത്. ഇനി ഫേസ് ആംഗിൾ എങ്ങനെയായിരിക്കും, 5 വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ തെറ്റാൻ നോക്കി, വി എൽ മൈനസ് വി സി ഡിവൈഡ് ബൈ വി ആർ. വി എൽ മൈനസ് വി സി ഡിവൈഡ് ബൈ വി ആർ ആണ് ആ ടേം. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐ ക്യാൻസൽ ആയി പോകും, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇൻ ടേൺ നമുക്ക് 3 കേസ് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടിയില്ലേ, ഈ ഫൈയുടെ വാല്യൂ കിട്ടിയില്ലേ, ഫൈ ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ ഫേസ് ആംഗിൾ, ഇത് വെച്ചിട്ട് പറയാൻ പറ്റും വെൻ എക്സ് എല്ലിൻ്റെ എക്സ് സിയുടെ വാല്യൂ ചേഞ്ച് ആകുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ഫൈ. ആൻഡ് അത് കാരണം എൻ്റെ സർക്യൂട്ട് എന്ത് നേച്ചറായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ എക്സ് എൽ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് സി ആവുന്ന സമയത്ത് നോക്കി, എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറയുമ്പോൾ എക്സ് എല്ലിൻ്റെ വാല്യൂ കൂടുതലാണ്. സോ ഇൻ ടേൺ ഫൈയുടെ വാല്യൂൻ്റെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കത്തില്ലേ. സോ ഫൈയുടെ വാല്യൂ ഇസ് പോസിറ്റീവ് ആൻഡ് ആസ് എ റിസൾട്ട് എൻ്റെ സർക്യൂട്ട് ബിഹേവ്സ് ആസ് എ ആർ എൽ സർക്യൂട്ട്, ഇൻഡക്റ്റീവ് നേച്ചർ ആയിരിക്കും ആർ എൽ സർക്യൂട്ട്. ഓക്കെ, ഇനി സിമിലർലി വെൻ എക്സ് സി ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫൈയുടെ വാല്യൂ നെഗറ്റീവ് ആകത്തില്ലേ.
അപ്പോൾ 5 XC is greater than XC ആകുമ്പോൾ 5 is negative and the circuit will be capacitive nature and entire circuit will be acting as a RC circuit. ഓക്കെ, ആദ്യത്തെ കേസിൽ ഇൻഡക്റ്റീവ് നേച്ചർ ആയിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആൻഡ് സെക്കൻഡ് കേസിൽ കപ്പാസിറ്റീവ് നേച്ചർ ആയിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആൻഡ് സെക്കൻഡ് കേസിൽ സർക്യൂട്ട് വിൽ ബി ആക്ടിങ് ആസ് ആർ സി സർക്യൂട്ട്. തേർഡ് കേസ് നോക്കിയവൻ എക്സ് ഈക്വൽ ടു എക്സൽ ആവുന്ന കേസിലോ രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് ഫൈയുടെ വാല്യൂ എന്ത് കിട്ടും നമുക്ക് 0 ആയിട്ടല്ലേ കിട്ടുന്നത് അല്ലേ. സോ ഇൻ ദാറ്റ് കേസ് എക്സ് ഈക്വൽ ടു എക്സൽ ആവുന്ന കേസിൽ 5 ബിക്കം 0 ആൻഡ് സർക്യൂട്ട് വിൽ ബി ആക്ടിങ് ആസ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആർ എൽ സിയുടെ കേസിൽ. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ഇതൊക്കെ വരുന്ന കേസിലുള്ള പ്രോബ്ലം നോക്കാം. സോ ഈ പ്രോബ്ലത്തിൽ 230 volt 50 hertz AC supply is applied to a coil of 0.06 Henry inductance and 2.5 ohm resistance connected in series with a 6.8 μF capacitor. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് ആദ്യം ഒരു AC സപ്ലൈ ഉണ്ട്. AC സപ്ലൈ എങ്ങനെ വരും? ദിസ് ഇസ് എ സപ്ലൈ 230 വോൾട്സും 50 ഹെർട്സ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ വോൾട്ടിൻ്റെ വാല്യൂ, എഫിൻ്റെ വാല്യൂ, വി ആൻഡ് എഫ് വാല്യൂസ് നമുക്കറിയാം. ആൻഡ് ദിസ് ഇസ് കണക്റ്റഡ് അക്രോസ് ഏതൊക്കെ വരുന്നുണ്ട്? വി ഹാവ് എ ഇൻഡക്ടർ, വി ഹാവ് എ റെസിസ്റ്റർ ആൻഡ് വി ഹാവ് എ കപ്പാസിറ്റർ. അപ്പോൾ 3 വരും. ആർ എൽ സി സർക്യൂട്ടാണ്. ആറാണ്, ഓക്കെ, എൽ ഉണ്ട് ആൻഡ് വി ഹാവ് എ കപ്പാസിറ്റർ. 3 വരും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചില കേസിൽ എന്താ ചോദിക്കാം, നമ്മളപ്പോൾ ഈ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു ദി അനാലിസിസ് വി കണ്ടക്റ്റഡ് ഇൻ ദ കേസ് ഓഫ് ആർ എൽ സി സർക്യൂട്ടാണ്. അതേപോലെ ഇപ്പോൾ നമുക്ക് ആർ എൽ സർക്യൂട്ട് തരുന്നെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് യൂസ് ചെയ്യണം. മനസ്സിലായോ? അല്ല, ഇപ്പോൾ ആർ സി സർക്യൂട്ട് ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇനി ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 2.5 ഓം ആണ്. ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.06 ഹെൻറി ആണ്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 6.8 മൈക്രോ അല്ലേ, അപ്പോൾ 10⁻⁻6 ഫാരഡ് ആണ്. അപ്പോൾ ഇത്ര നമുക്ക് തന്നിരിക്കുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫൈൻഡ് ദി ഇംപെഡൻസ്. ഇംപെഡൻസിൻ്റെ ഫോമുല എന്താ വരുന്നത്? ഫസ്റ്റ് കേസ് ഇംപെഡൻസിൻ്റെ ഫോമുല Z ഈക്വൽ ടു, ഇൻ ദ കേസ് ഓഫ് ആർ എൽ സി സർക്യൂട്ടിൽ I ഇൻറ്റു Z അല്ലേ, അതായത് I റൂട്ട് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്താണ്? R² പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നല്ലേ വന്നേ അല്ലേ. ഇതിൽ ആറിൻ്റെ വാല്യൂ എനിക്കറിയാം, XL XC അറിയത്തില്ല, അപ്പോൾ അത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ വാട്ട് ഇസ് XL? XLൻ്റെ ഫോമുല എങ്ങനെയാണ്? ഒമേഗ ഇൻറ്റു എൽ ആൻഡ് ഒമേഗ ഈക്വൽ ടു 2πf അല്ലേ. 2πf ഇൻറ്റു എൽ, അതായത് 2π ഇൻറ്റു എഫിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 50 ഹെർട്സ് അല്ലേ. സോ 50 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0.06. ദിസ് വിൽ ബി ഈക്വൽ ടു 18.84 എന്ന് കിട്ടും. ഓം ആണ്. ഓക്കെ, സിമിലർലി എന്താണ് XC? XC വിൽ ബി ഈക്വൽ ടു ഇതേപോലെ 1/ωc ആയിരുന്നില്ലേ, അതായത് 1/2πfc, അതായത് 1/2π ഇൻറ്റു 50 ഇൻറ്റു സിയുടെ വാല്യൂ എത്രയാണ്? 6.8 ഇൻറ്റു 10⁻⁻6 6.8. ഓക്കെ, ദിസ് വിൽ ബി 468 ഓം എന്ന് കിട്ടും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ദി വാല്യൂ ഓഫ് ഇസഡ് ആസ് ഈക്വൽ ടു ഐൻ്റെ വാല്യൂ എന്താണ്? കറണ്ട്, സോറി, ദിസ് ഇസ് നമ്മുടെ റിസൾട്ടൻറ്റ് വോൾട്ടേജ് ആണ്. വി ഈക്വൽ ടു ഐ ഇൻറ്റു എന്നല്ലേ വന്നത്. ദിസ് ഇസ് എ റിസൾട്ടൻറ്റ് വോൾട്ടേജ്. അപ്പോൾ ദിസ് ഇസ് ദി ഇംപെഡൻസ് Z. അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് R² എന്ന് പറയുമ്പോൾ എത്ര വാല്യൂ വരുന്നത്? 2.5 ദ ഹോൾ സ്ക്വയർ പ്ലസ് XLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18.84 മൈനസ് 460 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 449.2 ഓം എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് പാർട്ട് എന്താണ്? കറണ്ട് ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോമുല I ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? V/Z അല്ലേ. I ഈക്വൽ ടു V/R ആണ്, അതിന് ഈക്വലായിട്ട് V/Z. റെസിസ്റ്റൻസിന് പകരം ഇംപെഡൻസ് വിച്ച് വിൽ ബി ഈക്വൽ ടു 230 വോൾട്ട് അല്ലേ. 230 ഡിവൈഡ് ബൈ ഇസഡിൻ്റെ വാല്യൂ 449.2 ചെയ്യുമ്പോൾ 0.512 ആംബിയർ എന്ന് കിട്ടും. സിമിലർലി നെക്സ്റ്റ് പാർട്ട് എന്താണ്? ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വി ആൻഡ് ഐ. ആർ എൽ സിയുടെ കേസിലുള്ള ഫേസ് ആംഗിളിൻ്റെ ഫോമുല എന്താണ്? 5 വിൽ ബി ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് XL മൈനസ് XC ഡിവൈഡ് ബൈ R അല്ലേ. ജസ്റ്റ് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. XLൻ്റെ വാല്യൂ, XCയുടെ വാല്യൂ, ആറിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് -89.7 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ അല്ലേ. ഇനി ലാസ്റ്റ് വൺ എന്താണ്? ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ പവർ ഫാക്ടർ. ഓക്കെ, ഡി എന്ന് പറയുന്നത് പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് 5 അല്ലേ, അതായത് കോസ് ഓഫ് ഇവിടെ കിട്ടിയ -89.7 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 0.0056 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ a coil having a resistance of 70 ohm and an inductance of 31.8 millihenry is connected to 230 volt 50 hertz supply. So what is this? This is a RL circuit അല്ലേ. അല്ലേ, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒരു RL സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 70 ഓം ആണ്. ആൻഡ് എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 31.8.
ഇൻറ്റു 10⁻³ ഹെൻറി മില്ലി അല്ലേ. ഓക്കെ, ആൻഡ് ഇവിടുത്തെ വാല്യൂ എന്താണ്? വോൾട്ടേജിൻ്റെ വാല്യൂ 230 വോൾട്ട് ആണ്, 50 ഹേർട്സും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻ സർക്യൂട്ട് കറണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്താ ചെയ്യേണ്ടത്? സർക്യൂട്ട് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫോമുല എന്താണ്? I = V/Z ആണ്. Z കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ Z will be equal to, ഇൻ ദ കേസ് ഓഫ് RL സർക്യൂട്ടിൻ്റെ കേസിൽ ഇസറിൻ്റെ ഫോമുല എങ്ങനെ വന്നേ? √R² + XL² അല്ലേ. അപ്പോൾ XLൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ XL will be equal to എന്താണ്? 2πfL, അതായത് 2π ഇൻറ്റു എഫിൻ്റെ വാല്യൂ 50 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 331.8 × 10⁻³ = 10 Ω. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ബി ഈക്വൽ ടു √R² എന്ന് പറയുമ്പോൾ 70² + 10² വിൽ ബി ഈക്വൽ ടു 12.2 Ω. ഓക്കെ, സിമിലർലി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? B എന്ന് പറയുമ്പോൾ 230 വോൾട്ട് ഡിവൈഡ് ബൈ Z എന്ന് പറയുമ്പോൾ 12.2 18.85 ആംപിയർ എന്ന് കിട്ടും കറണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ചെയ്യേണ്ടത് ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ ഇൻ ദ കേസ് ഓഫ് RL സർക്യൂട്ട് എങ്ങനെ വരുന്നത്? 5 will be equal to tan inverse of XL divided by R. Just substitute your value, you will be getting it as -53° എന്ന് കിട്ടും. ഓക്കെ, ഇനി തേർഡ് വൺ എന്താണ്? പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്താ നമ്മൾ ചെയ്യുന്നത്? will be equal to cos phi അല്ലേ. അതായത് cos of -53° will be equal to 0.537 എന്ന് കിട്ടും. ആൻഡ് ഇനി അടുത്ത വാല്യൂ എന്താ ചെയ്യേണ്ടത്? പവർ കൺസ്യൂംഡ്. പവർ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ P will be equal to VI cos phi. ഓക്കെ, ദിസ് വിൽ ബി ഈക്വൽ ടു എന്നായിരിക്കും വിയുടെ വാല്യൂ 230 മൾട്ടിപ്ലൈഡ് ബൈ കറണ്ടിൻ്റെ വാല്യൂ 18.85 മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഓഫ് -53° വിൽ ബി ഈക്വൽ ടു 2.484 kW എന്ന് കിട്ടും നിങ്ങൾക്ക് പവർ അല്ലേ. ഓക്കെ, ഈ നെക്സ്റ്റ് പാർട്ടാണ് ദ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവർ P വിൽ ബി ഈക്വൽ ടു VI sin phi എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ വാല്യൂ 3.462 kVAR. നമ്മൾ യൂണിറ്റ് നോക്കിയില്ലേ, ഇതാണ് കിട്ടുന്നത്. സോ ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ 3-phase AC സിസ്റ്റംസ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഒരു 3-phase AC സിസ്റ്റം ജനറേറ്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് 3 ഡിഫറെൻറ്റ് പാർട്സ് വേണം. ഓക്കെ, ഫസ്റ്റ് തിങ് പറയുന്നത് ഈ 3-phase AC ഹാസ് ടു ബി ജനറേറ്റഡ് ബൈ എ ജനറേറ്റർ. ഓക്കെ, എന്നിട്ട് അത് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി വി നീഡ് എ ചാനൽ ലൈക്ക് തിങ്. അതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഈ പോകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എക്രോസ് ലോഡ് കിട്ടണ്ടേ, ഒരു ലോഡിനല്ലേ സപ്ലൈ ചെയ്യേണ്ടത്, ആ ലോഡാണ് നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നത്. സോ ദീസ് ആർ ദി 3 വൈറ്റൽ പാർട്സ് ഓഫ് എ 3-phase AC സിസ്റ്റം. ഓക്കെ, 3-phase എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ 3-phaseും സിംഗിൾ ഫേസും ഉള്ള ഡിഫറൻസ് ഉണ്ട്, അതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദിസ് ജനറേറ്റർ. എങ്ങനെയാണ് ഒരു 3-phase സിസ്റ്റമിനെ ഞാൻ ജനറേറ്റ് ചെയ്യുന്നത്? ഒരു 3-phase AC സിസ്റ്റമിനെ എങ്ങനെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും? സോ ജനറേറ്റർ പാർട്ട്. അപ്പോൾ ഈ നിങ്ങൾ കാണുന്നതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്, അതിൻ്റെ സ്കീമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടുത്തെ കേസിൽ നമ്മൾ 3 ഇലക്ട്രിക്കൽ വൈൻഡിങ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 ഇലക്ട്രിക്കൽ വൈൻഡിങ്സ് ഇവിടെ നോക്കുന്ന പോലെ സി ദിസ് ഇസ് 1 വൈൻഡിങ് A1 A2. അതിൻ്റെ 2 എൻഡിനെ പറയുന്നത്, ഇത് സ്റ്റാർട്ടിങ് എൻഡ്, ഇത് എൻഡിങ് പോയിന്റ്. ഓക്കെ, അതേപോലെ നോക്കി B1 B2 രണ്ടാമത്തെ വൈൻഡിങ്, C1 C2 മൂന്നാമത്തെ വൈൻഡിങ്. അങ്ങനെ 3 വൈൻഡിങ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ ഓരോ പറയുന്ന വൈൻഡിങ്സ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ 120° ആയിരിക്കണം. ഇപ്പം നോക്കിയേ, നമുക്ക് A1 A2 വന്നു. ഓക്കെ, A1 A2 B1 B2 തമ്മിൽ നോക്കിയേ, ദർ ഇസ് എ 120° അതേപോലെ എല്ലാ വൈൻഡിങ്സും തമ്മിലും ഒരു 120° ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ രീതിയിലാണ് വൈൻഡിങ്സ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഈ വൈൻഡിങ്സ് സ്റ്റാറ്റിക് ആണ്, അത് മൂവ് ചെയ്യുന്നില്ല. ഇനി ഇത് വെച്ചേക്കുന്നത് നോക്കി, ഇറ്റ് ഇസ് അക്രോസ് എ മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് സൗത്ത് പോലാണ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് ഫസ്റ്റ് നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന വൈൻഡിങ്ങിനെ നമ്മൾ സ്റ്റാറ്റിക് ആക്കി വെച്ചിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും. ഈ വൈൻഡിങ്സിനെ ഞാൻ മൂവ് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ ഫീൽഡിനെ എനിക്ക് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ പറ്റും. എങ്ങനെ നടന്നാലും ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് വിത്തിൻ ദീസ് വൈൻഡിങ്സ് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു EMF വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ആൻഡ് ആ EMF എന്ന് പറയുമ്പോൾ നോക്കി ഈ 3 വൈൻഡിങ്സിലുണ്ടാവും. ഓക്കെ, നമ്മൾ വൈൻഡിങ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഇത് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഈ ഓരോ 3 വൈൻഡിങ്സിലും 3 EMFs പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, 3 EMFs വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഈ 3 EMFിൻ്റെയും വാല്യൂസ് ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൈൻഡിങ്ങിലുള്ള EMFിൻ്റെ വാല്യൂ ഞാൻ A1 A2 എന്ന് പറഞ്ഞു, സെക്കൻഡ് വൈൻഡിങ്ങിൽ B1 B2 ആൻഡ് മൂന്നാമത്തേൽ C1 C2 എന്ന് പറഞ്ഞു. ഈ 3 വൈൻഡിങ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഫ്രീക്വൻസീസും സെയിം ആയിരിക്കും.
ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തത് 3 EMFs അല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നത് ദിസ് ഇസ് എ 3 phase AC systems. ഓക്കെ, കാരണം 3 phase വാല്യൂസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഔട്ട്പുട്ട് വാല്യൂസ്, ഔട്ട്പുട്ട് EMFs ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 EMFs കിട്ടി. ആൻഡ് EMFസിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസി സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ദേ വിൽ ബി ഹാവിങ് എ 120 degree ഫേസ് ഡിഫറൻസ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമുക്ക് വേവ് ഫോം നോക്കാം. ഓക്കെ, വേവ് ഫോം നോക്കേ, ദിസ് ഇസ് EMF ആൻഡ് ദിസ് ഇസ് ദ ടൈം ആക്സിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കേ, ഈ വൈൻഡിങ് A1 A2 പ്രൊഡ്യൂസ് ചെയ്ത EMF ആണ് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോക്കേ, 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇതേ പോസിറ്റീവിലോട്ട് ഇൻക്രീസ് ചെയ്ത് പോവാണ്. അപ്പോൾ 0 നിന്ന് പോസിറ്റീവിൽ ഇൻക്രീസ് ചെയ്ത് പോവാണ് ഈ A1 A2 എന്ന് പറയുന്നത്. ഓക്കെ, ഈ A1 A2. ഇനി രണ്ടാമത് നോക്കിയേ, നമ്മൾ പറഞ്ഞു B1 B2. ഈ A1 A2 നിന്ന് 120 ഡിഗ്രി ഡിസ്പ്ലേസ് ചെയ്തല്ലേ B1 B2 നിൽക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, B1 B2 നമ്മൾ വരച്ചേക്കുന്നത് ദിസ് ഇസ് ദ A1 A2യുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. B1 B2 നോക്കി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നോക്കേ, ഈ B1 B2 ഇസ് ആക്ച്വലി ഇലക്ട്രിക്കലി ബിഹൈൻഡ് A1 A2 അല്ലേ, ആണല്ലോ, ബൈ 120 ഡിഗ്രി. അതാണ് പറഞ്ഞു, ഇവർ രണ്ടും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഇനി സിമിലർലി C1 C2 നോക്കി, C1 C2 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ C1ഉം B1ഉം തമ്മിൽ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ദേ ഹാവ് എ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ്. അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് C1 C2 ഈസ് 240 ഡിഗ്രി, 120 പ്ലസ് 120 ഡിഗ്രി ബിഹൈൻഡ് A1 A2 എന്ന് പറയാമല്ലോ എനിക്ക്, അല്ലേ? വി സേ ദാറ്റ് A1 A2 ഉണ്ട്, B1 B2 ഉണ്ട് ആൻഡ് C1 C2 ഉണ്ട്. വി സേ ദാറ്റ് B1 A1 തമ്മിൽ ഒരു 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണ് ആൻഡ് ഇവർ തമ്മിലും 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ C1ഉം C2ഉം തമ്മിൽ 120 പ്ലസ് 120 240 ഡിഗ്രി അല്ലേ, അതാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് വേവ് ഫോമിൻ്റെ കേസ്. ഇനി നമ്മളിവിടെ പറഞ്ഞില്ലേ 3 EMFs പ്രൊഡ്യൂസ് ചെയ്തു. ഈ 3 EMFസിൻ്റെയും മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഫ്രീക്വൻസി സെയിം ആണ്. ഓക്കെ, എന്തിനാണ് ഡിഫറൻസ് വന്നേ? അതിൻ്റെ ഫേസ് ഡിഫറൻസിൽ. അതാണ് വേവ് ഫോം. ഇനി നമ്മൾ ഇപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത 3 EMFs. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ ഈ A1 A2യുടെ ഫോമിൽ നോക്കിയാൽ EM sin omega t, കാരണം അവിടെ ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ വേവ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്തത് ഈ B1 B2. ഈ B1 B2 നോക്കി, ഇവിടെ നിന്ന് നെഗറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവിലോട്ട് പോകുന്നു, അല്ലേ? അപ്പോൾ നോക്കി, ഈ B1 B2 EM sin omega t - 2π/3, അതായത് EM sin omega t - 120 ഡിഗ്രി. നെഗറ്റീവ് എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ടല്ലേ പോസിറ്റീവിലോട്ട് പോകുന്നത്. ഇനി മൂന്നാമത്തെ നോക്കി, ഈ C1 C2 അത് ഇവിടുന്ന് പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിലോട്ട് പോകുന്നു. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഈ C1 C2 EM sin omega t - 4π/3 EM sin omega t - 240 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു എന്താണ് A1 A2 പറയുന്നത്. ഓക്കെ, ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെയിം പറയുന്ന ഈ വേവ് ഫോമിനെ അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു ഫേസ് ഡയഗ്രാം വെച്ചിട്ട് പറയാൻ പറ്റുമല്ലോ. അതാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ സെൻറ്റർ പോയിന്റ്. ആദ്യം ഈ കാണിച്ചിരിക്കുന്ന വെക്ടർ എന്താണ്? ഈ A1 A2 ആൻഡ് ദിസ് ഈ A1 A2, ഇത് ഈ B1 B2, ഈ C1 C2. ഇതിനിടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി, ഇതിനിടയ്ക്കുള്ളത് 120, ഇതിനിടയ്ക്കുള്ളത് 120. അപ്പോൾ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ ഓരോന്നിനെയും നമുക്ക് ഓരോ സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞൂടെ, അല്ല? അപ്പോൾ ഈ ഒരു കേസ്, ഈ ഒരു വൈൻഡിങ്, ഇതൊരു വൈൻഡിങ്ങിന് ഇക്വലൻ്റ് അല്ലേ? അല്ല, ഈ ഒരു വൈൻഡിങ്ങിന് ഇക്വലൻ്റ് അല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്. C1 C2 എന്ന് പറയുമ്പോൾ ഇതിനെക്കുള്ളതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാൻ വി സേ ദാറ്റ് ദിസ് ഇൻഡിക്കേറ്റ്സ് ഒരു സിംഗിൾ ഫേസ്, കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ EMF ആയിരിക്കും. അതേപോലെ 3 സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 3 ഫേസ് സിസ്റ്റം കിട്ടുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ 3 ഫേസ് സർക്യൂട്ട്. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ വൈൻഡിങ്ങിൽ EMF ഉണ്ടായി. അപ്പോൾ ദിസ് ഇസ് എ ജനറേറ്റർ പാർട്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ഏതോ ഒരു സിസ്റ്റം വഴി ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോയി ഒരു ലോഡിനല്ലേ ഞാൻ കൊടുക്കേണ്ടത്, ആണല്ലോ? അപ്പോൾ ലോഡിലോട്ട് കൊടുക്കുന്ന സമയത്ത് ദ കറന്റ് ഫ്ലോയിങ് ടു ദ ലോഡ്, അതിനെ നമുക്ക് പറയാൻ പറ്റും I will be equal to V divided by Z. Z is the impedance. ഓക്കെ, ഈ 3 ഫേസ് AC സിസ്റ്റമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടേംസ് പഠിക്കാൻ വേണ്ടി നമ്മൾ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 3 ഫേസ് AC സിസ്റ്റമാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ബോർഡിലെ ഡയഗ്രാം, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ ആദ്യം കാണുന്നതാണ് ദിസ് ഇസ് എ സ്റ്റാർ നെറ്റ്വർക്ക്. നമ്മൾ പഠിച്ചിട്ടില്ലേ സ്റ്റാറും ഡെൽറ്റ കണക്ഷൻസും ഇലക്ട്രിക്കൽ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്ന്? അതുമായിട്ട് ആക്ച്വലി കണക്ഷൻ ഇല്ല. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ അതുമായിട്ട് സിമിലർ ആണ്. ഇപ്പം നോക്കി, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ വി ഹാവ് എ ന്യൂട്രൽ പോയിന്റ്. ഇപ്പം നടുക്ക് വരുന്നതാണ് ന്യൂട്രൽ. അവിടെ നിന്ന് ഒരു വൈൻഡിങ്, ഇവിടെ ഒരു വൈൻഡിങ്, ഇവിടെ ഒരു വൈൻഡിങ്. ആ 3 വൈൻഡിങ്ങിൻ്റെ എൻഡിനെ ഞാൻ ഒരു പേര് പറയുകയാണ്. ഫസ്റ്റ് വൈൻഡിങ്ങിനെ ഞാൻ R, സെക്കൻഡ് വൈൻഡിങ്ങിനെ Y, തേർഡ് വൈൻഡിങ്ങിനെ B എന്ന് പറയുന്നുണ്ട്. സോ RY B ആ വരുന്നത്.
ഓക്കെ. ആൻഡ് ഈ മൂന്ന് വൈൻഡിങ് വരുന്നുണ്ട്. ദിസ് ഇസ് എ 3 phase. ഈ മൂന്നെണ്ണത്തിന്റെ എൻഡിൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് EMFs കിട്ടും. ഓക്കെ. എന്നിട്ട് ഈ മൂന്ന് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്ന നോക്കിയ ഒരു കോമൺ പോയിന്റ് ആണ് ന്യൂട്രൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പൊ സിമിലർലി ഇപ്പൊ ഇത് കണക്ട് ചെയ്തിരിക്കുന്നതാണ് സ്റ്റാർ ഫോം അല്ലേ, ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കണക്ഷൻ വരുന്നെങ്കിൽ സ്റ്റാർ ആണ്. സിമിലർലി ഡെൽറ്റ നോക്കിയ ഡെൽറ്റ എങ്ങനെയാണ്? ഇപ്പൊ ദിസ് ഇസ് എ വൈൻഡിങ്, സി ദിസ് ഇസ് എ വൈൻഡിങ് ആൻഡ് ദിസ് ഇസ് എ വൈൻഡിങ്. സി ഈ വൈൻഡിങ്ങിന്റെ ഈ കോമൺ പോയിന്റിനെ നമ്മൾ എടുക്കുന്നതാണ് ദ പോയിന്റ് ടെർമിനൽ ആർ എന്ന് പറയുന്നത്. സിമിലർലി ഇവിടെ നോക്കി, ഇവിടെ ഈ രണ്ട് ടെർമിനൽസിന്റെ എൻഡ് വന്ന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് വൈ. ഇവിടെയോ ഇതിന്റെ എൻഡിൽ വരുന്നതാണ്, ഇതും കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റിൽ വരുന്നതാണ് ബി. സോ ആർ വൈ ബി അഗെയിൻ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന ചില വോൾട്ടേജസ് ആൻഡ് കറണ്ട്സ്, അതിന്റെ പേരെന്താണ് ആൻഡ് അത് എന്താണ്? ഓക്കെ, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ നോക്കി, ഫസ്റ്റ് വൺ വോൾട്ട് ഇസ് കോൾഡ് ആസ് ദി ഫേസ് വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ മൂന്ന് വൈൻഡിങ് കണ്ടില്ലേ, ഈ മൂന്ന് വൈൻഡിങ് എന്ന് പറയുന്നത് ഇത് ഒരു സിംഗിൾ ഫേസ്, ഇതൊരു സിംഗിൾ ഫേസ്, ഇതൊരു സിംഗിൾ ഫേസ് അല്ലേ, അത് കമ്പൈൻ ചെയ്യുമ്പോഴല്ലേ 3 phase ആവുന്നത്. സോ ദിസ് ഇസ് എ 1 phase വൈൻഡിങ്, അല്ലെങ്കിൽ 1 phase കണ്ടക്ടർ, അല്ലെങ്കിൽ 1 phase സർക്യൂട്ട് എന്ന് പറയാം. സോ ഈ സിംഗിൾ ഫേസ് സർക്യൂട്ടിലെ വോൾട്ടേജ്, അതായത് ഈ ഒരു വൈൻഡിങ്ങിന്റെ അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫേസിന് അക്രോസ് ആയിട്ട് കാണുന്ന വോൾട്ടേജ് ആണ് ഫേസ് വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് വോൾട്ടേജ് നമ്മൾ VPH കൊണ്ടാണ് പറയുന്നത്. ഫേസ് പറയുമ്പോൾ ഫേസ്. ഓക്കെ. അതേപോലെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഫേസ്, അതെന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ആർ ആൻഡ് ന്യൂട്രൽ അല്ലെ. ഇപ്പൊ ന്യൂട്രലിന്റെയും ആറിന്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് VRN ഓഫ് PH, ഫേസ് വോൾട്ടേജ് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. സോ VRN ആണ് ഫസ്റ്റ് ഫേസ് വോൾട്ടേജ്. സി VRN ആണ്. സിമിലർലി നോക്കിയാൽ നമുക്ക് ഇതിന് അക്രോസ് ആയിട്ട് വരുന്ന ഈ ഫേസ് അല്ലേ, ഇത് ഏതിന്റെ ബിറ്റ്വീൻ ആണ്? ന്യൂട്രലിനും ബിക്കും ഇടയ്ക്കാണ്. സോ VNB. ഓക്കെ. സോ ദിസ് ഇസ് VNB ആണ്. VNB ഫേസ് ആണ്. ഓക്കെ. ആൻഡ് തേർഡ് വൺ നോക്കിയേ, ഈ ഒരു ഫേസ് അല്ലേ, അത് ന്യൂട്രലിനും വൈക്കും ഇടയില്ല. സോ VYN ആണ്. അപ്പൊ അതാണ് നമ്മുടെ 3 ഫേസ് വോൾട്ടേജസ്. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഫേസ് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഫേസിന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ. ഇപ്പൊ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ VRN, ഇത് ഈ ഒരു ഫേസിന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നോക്കിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ്, മൂവിങ് ഔട്ട് ഓഫ് ദി ജംഗ്ഷൻ ആണ്. IR ഓഫ് ഫേസ്, കാരണം IR ടേമിൽ അല്ലേ. ഇത് ഇവിടെ നോക്കിയേ IYPH, ഇവിടെയോ IBPH. അപ്പൊ അതാണ് നമ്മുടെ 3 ഫേസ് കറണ്ട്സ്. ഓക്കെ. ഇനി വരുന്നത് അടുത്തത് വാട്ട് ഇസ് കോൾഡ് ആസ് എ ലൈൻ വോൾട്ടേജ്. നമ്മൾ ഫേസ് വോൾട്ടേജിന്റെ PH കൊണ്ട് ഡിനോട്ട് ചെയ്തേ, അതേപോലെ ഇവിടെ V ലൈൻ LINE അല്ലെങ്കിൽ V ലൈൻ എന്ന് പറയാം, അതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ VL എന്ന് പറയുമ്പോൾ ലൈൻ വോൾട്ടേജ്. ഓക്കെ. ഈ ഓരോ ലൈൻസും എൻ്റെ ഓരോ ലൈൻ കണ്ടക്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ. അതായത് ലൈൻ വോൾട്ടേജ് ഇസ് ദ വോൾട്ടേജ് മെഷേർഡ് ബിറ്റ്വീൻ ടു ലൈൻ ടെർമിനൽസ്. രണ്ട് ലൈൻ ടെർമിനൽസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. സോ ദിസ് ഇസ് എ ലൈൻ ടെർമിനൽ R, Y ഇസ് എ ലൈൻ ടെർമിനൽ, B ഇസ് എ ലൈൻ ടെർമിനൽ. അപ്പോൾ ആറിൻ്റെയും വൈൻ്റെയും ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ്, സി ദിസ് വൺ, ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് VRY ലൈൻ, വിച്ച് ഇസ് മൈ ലൈൻ വോൾട്ടേജ് VRY. പിന്നെ ഏതൊക്കെ വരുന്നുണ്ട്? ആറും വൈക്ക് ഇടയിൽ, പിന്നെ ആറിൻ്റെയും ബിന്റെ ഇടയ്ക്ക് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? VRB ലൈൻ. ഓക്കെ. പിന്നെ എന്ത് വരുന്നുണ്ട്? വൈനും ബിന്റെ ഇടയ്ക്ക് VYB ലൈൻ വരുന്നുണ്ട്. സോ അതാണ് നമ്മുടെ 3 ലൈൻ വോൾട്ടേജസ് വന്നേ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വന്നത് വാട്ട് ഇസ് കോൾഡ് ആസ് ലൈൻ കറണ്ട്. ഓക്കെ. ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഡിനോട്ടഡ് ബൈ IL അല്ലെങ്കിൽ I ലൈൻ എന്നും പറയാം. അതെന്തായിരിക്കും? ഈ വോൾട്ടേജിന് കറസ്പോണ്ടിങ് കറണ്ട് എന്ന് പറയുന്നത്, അതായത് ഈ ഓരോ ലൈൻ കണ്ടക്ടേഴ്സ് വഴി പാസ് ചെയ്യുന്ന കറണ്ട്. അപ്പൊ R എന്ന് പറയുന്ന ഒരു ലൈൻ ടെർമിനൽ വഴി പാസ് ചെയ്യുന്ന കറണ്ടാണ് IR ലൈൻ. അതേപോലെ IY ലൈൻ ആൻഡ് IB ലൈൻ, അങ്ങനെയാണ് IY, IR, IB വന്നത്. ഓക്കെ. സോ ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് എന്താണ് ഈ കണക്ഷൻ. ദിസ് ഇസ് കോൾഡ് ആസ് എ സ്റ്റാർ കണക്ഷൻ. ഓക്കെ. ദിസ് ഇസ് എ സ്റ്റാർ അല്ലെങ്കിൽ Y കണക്ഷൻ എന്ന് പറയും. ഇത് Y ആയിട്ടല്ല ഇരിക്കുന്നത്, Y ഇൻവേർട്ടഡ് Y ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റാർ അല്ലെങ്കിൽ Y കണക്ഷൻ. ഇനി വി കോൾ ദിസ് ആസ് എ ബാലൻസ് സിസ്റ്റം. ഇപ്പോൾ ഈ എപ്പോഴാണ് ഈ 3 ടെർമിനൽസിന് അക്രോസ് നമുക്ക് വോൾട്ടേജ് ഉണ്ടാവില്ല, EMFs will be produced. So when the EMFs produced by each phases are equal in magnitude as well as the frequency and having an equal phase difference between them, we call that as a balanced system. അങ്ങനെ അല്ലെങ്കിൽ it is an unbalanced system. Okay. ഇനി ഈ പറയുന്ന സെയിം പാരാമീറ്റേഴ്സ് we can extend it in the case of a delta network. Okay. This is a delta connected 3-phase AC system. Okay. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കി, again we have 3 terminals RYB വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഫേസ് വോൾട്ടേജ് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്?
ഒരു ഫേസിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കി നമ്മുടെ ഫേസ് ഏതൊക്കെയാണ്? ദിസ് ഇസ് എ ഫേസ്, ദിസ് ഇസ് എ ഫേസ്, ദിസ് ഇസ് എ ഫേസ്. പി ഫേസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ല ഇത് വി വൈ പി എച്ച്, കാരണം വൈയിലോട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വി ബി പി എച്ച് ആൻഡ് ദിസ് ഇസ് വി ആർ പി എച്ച്. ആൻഡ് അതിന് കറസ്പോണ്ടിങ് കറണ്ട് നോക്കി ഐ ബി പി എച്ച്, ഐ വൈ പി എച്ച് ആൻഡ് ഐ ആർ പി എച്ച് ആർ ദി ഫേസ് കറണ്ട്സ്. ഇനി ലൈൻ എന്താണ്? ലൈൻ വോൾട്ടേജ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈൻ കണ്ടക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് അല്ലേ. അപ്പോൾ ആറിൻ്റെയും വൈക്ക് ഇടയിലുള്ള വോൾട്ടേജ് വി ആർ വൈ ലൈൻ, അതേപോലെ വി വൈ ബി ലൈൻ, അതേപോലെ വി ബി ആർ ലൈൻ. ഓക്കെ, അതേപോലെ അതിന് കറസ്പോണ്ടിങ് കറണ്ടാണ് ലൈൻ കറണ്ടും. സോ ഇത് ഓക്കെ, ഈ ലൈൻ വഴി പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആർ ലൈൻ, ഐ വൈ ലൈൻ, ഐ ബി ലൈൻ, അത് സെയിം ആണ്. ലൈൻ പാർട്ട് സെയിം ആണ്. ആൻഡ് ഫേസ് മാത്രം നമ്മൾ ഏത് അക്രോസാണ് എടുക്കുന്നത് അതിൽ മാത്രം ചേഞ്ച് വരും. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ന്യൂട്രലും ആറും പറയുമ്പോൾ വി ഗോട്ട് വി ആർ എൻ പി എച്ച്. ഇവിടെ ന്യൂട്രൽ പോയിന്റ് ഇല്ലല്ലോ. അപ്പോൾ ഈ ഫേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി ബി പി എച്ചിനായിരിക്കും. ദർ ഇസ് നോ അനദർ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഇല്ല. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാർ നെറ്റ്വർക്കിന്റെ കേസിലും ഡെൽറ്റ നെറ്റ്വർക്കിന്റെ കേസിലും അല്ല, നമ്മൾ ഡിഫറെൻറ്റ് ലൈൻ ആൻഡ് ഫേസ് കാര്യങ്ങൾ പറയില്ല. ലൈനിന്റെയും ഫേസിന്റെയും വാല്യൂസ് ഉണ്ട്. ഓക്കെ, അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻ ദി കേസ് ഓഫ് ദി സ്റ്റാർ നെറ്റ്വർക്ക്. നമ്മൾ ഇവിടുത്തെ കേസിലെ നമ്മൾ 3 ലൈൻ വോൾട്ടേജസ് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ദിസ് വൺ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. അതിനെ കമ്പൈൻ ചെയ്ത് ഞാൻ പറയാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് വി എൽ അല്ലെങ്കിൽ വി ലൈൻ എന്ന് പറയാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന 3 ഫേസ് വോൾട്ടേജ് ഏതൊക്കെയാണ്? വി ആർ എൻ പി എച്ച്, വി വൈ എൻ പി എച്ച് ആൻഡ് വി എൻ ബി പി എച്ച്. ആ എന്നെ മാറ്റി വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ന്യൂട്രൽ പോയിന്റ് ഇല്ലാണ്ട് വി ആർ പി എച്ച്, വി ബി പി എച്ച്, വി വൈ പി എച്ച് ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ആ 3 കമ്പൈൻ ചെയ്ത് ഐ എം ഡിനോട്ടിങ് ഇറ്റ് ആസ് വി പി എച്ച്. ജനറലൈസ് ചെയ്ത് പറയാണ്. സിമിലർലി എല്ലാ ലൈൻ കറൻസും ഐ ലൈൻ, എല്ലാ ഫേസ് കറൻസും ഐ പി എച്ചും ആണ്. ഓക്കെ, ഈ ഫോമിൽ എഴുതിയിട്ട് നമ്മൾ ഇനി ഇവർ തമ്മിൽ റിലേഷനാണ് നോക്കുന്നത്. ഓക്കെ, അതായത് ഈ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതാണ് നോക്കുന്നത്. സോ വി സീ ദാറ്റ് ഫസ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് കറൻസ്. ഓക്കെ, വി സേ ദാറ്റ് ഈ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും വിൽ ബി ഈക്വൽ ഇൻ ദ കേസ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്ക്. നമ്മൾ സ്റ്റാറിൻ്റെ കേസാണ് നോക്കുന്നത്, ഡെൽറ്റ ഇപ്പോൾ നോക്കണ്ട. ഡെൽറ്റ ഞാൻ വരച്ചിട്ടേക്കുന്നുള്ളൂ, നിങ്ങളിപ്പോൾ നോക്കണ്ട. ഓക്കെ, സോ വി സേ ദാറ്റ് ഐ എൽ അല്ലെങ്കിൽ ഐ ലൈൻ വിൽ ബി ഈക്വൽ ടു ഐ പി എച്ച് ആയിരിക്കും. ഓക്കെ, എന്നാൽ വി ക്യാൻ സേ ദാറ്റ് എൻ്റെ 3 ലൈൻ കറൻസ് ഇതാണ് ഐ ലൈൻ, ഐ ആർ ലൈൻ, ഐ വൈ ലൈൻ ആൻഡ് ബി ലൈൻ വിൽ ബി ഈക്വൽ ടു അതിൻ്റെ കറസ്പോണ്ടിങ് ഐ ആർ ലൈൻ വിൽ ബി ഈക്വൽ ടു ഐ ആർ പി എച്ച്, ഐ വൈ ലൈൻ ഈക്വൽ ടു ഐ വൈ പി എച്ച് അങ്ങനെ പറയാൻ പറ്റും. ഐ ബി ലൈൻ ഈക്വൽ ടു ഐ ബി പി എച്ച് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി വരുന്നത് സോ ദിസ് ഇസ് ഈക്വൽ. ഓക്കെ, കറൻസ് ആർ ഈക്വൽ ഇൻ ദ കേസ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്ക്. ഇനി ഫേസും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ. ഫൈനലി നമ്മൾ പറയുന്ന കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ദ വെക്ടർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കറസ്പോണ്ടിങ് ഫേസ് വോൾട്ടേജ്. 2 ഫേസ് വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ലൈൻ വോൾട്ടേജ്. കണ്ടോ, വെക്ടർ ഡിഫറൻസ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പറയുന്ന സർക്യൂട്ടില്ലേ അതിൻ്റെ കറസ്പോണ്ടിങ് വെക്ടർ ഡയഗ്രാം ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ഈ വി ആർ വൈ എന്ന് പറയുന്ന വെക്ടർ, സി ദിസ് ഇസ് ഈ നടക്കുന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർ അല്ലേ നോക്കേ, വൈ അല്ലെങ്കിൽ സ്റ്റാർ എന്ന് പറയാം. അപ്പോൾ അവിടെ ദിസ് ഇസ് വി ആർ വൈ, ദിസ് ഇസ് വി ബി ആർ ആൻഡ് ദിസ് ഇസ് വി വൈ ബി. ഈ വി ആർ വൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ്, നമുക്ക് വെക്ടറെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ഇല്ലേ. അതിലൊരു മെത്തേഡാണ് പാരലോഗ്രാം അല്ലേ. പാരലോഗ്രാമിൻ്റെ 2 എൻഡ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് ചെയ്യാൻ നമുക്ക് ഹെഡ് ടു ടെയിൽ മെത്തേഡ് ഉണ്ട്, പാരലോഗ്രാം റൂൾ ഉണ്ട് അല്ലേ. അപ്പോൾ സിമിലർലി നോക്കി ഈ വി ആർ വൈ എന്ന് പറഞ്ഞ ഈ ഒരു വെക്ടറിനെ ഞാൻ നോക്കിയ ഒരു പാരലോഗ്രാമായിട്ടല്ല റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ആർ വൈ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ വെക്ടർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. ഏതൊക്കെയാണ് വെക്ടേഴ്സ് നോക്കി? ദിസ് വൺ ഇസ് ദി വി ആർ പി എച്ച്. ഓക്കെ, അതേപോലെ ദിസ് വൺ ഇസ് ദി വി വൈ മൈനസ് വി വൈ പി എച്ച്. അപ്പോൾ വി ആർ വൈയുടെ വി ആറും വി വൈയും 2 ഫേസ് വോൾട്ടേജ് ആയിട്ട് ഞാൻ ഈ പാരലോഗ്രാമിൻ്റെ സൈഡ്സ് ആയിട്ട് പാരലൽ സൈഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് അവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ നോക്കി 60 ഡിഗ്രി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ആർ വൈ വിൽ ബി ഈക്വൽ എന്നാണ് വി ആർ പി എച്ച് മൈനസ് വി വൈ പി എച്ച്. സിമിലർലി വി വൈ ബി വി വൈ പി എച്ച് മൈനസ് വി ബി പി എച്ച്. അപ്പോൾ നോക്കിയേ വി അത് നമുക്ക് അവിടെ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ വി വൈ ബി എന്ന് പറയുമ്പോൾ സി വി വൈ ബി ആണ് ഈ പറയുന്ന വെക്ടർ അല്ലെ. ദിസ് ഇസ് ദ വെക്ടർ. അതിനെ റിസോൾവ് ചെയ്തൊരു പാരലോഗ്രാം ആക്കി അതിൻ്റെ 2 സൈഡ്സ് ആണ്, ഒന്ന് വി വൈ പി എച്ച്, മറ്റേത് മൈനസ് വി വൈ പി എച്ച് വി ബി പി എച്ച്. ഓക്കെ, അപ്പോൾ അതേപോലെ വി ബി ആർ നോക്കിയ ഒരു പാരലോഗ്രാം ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെക്ടർ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ ഫേസ് വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് ലൈൻ വോൾട്ടേജ് ആക്കി എടുത്തത്. ഓക്കെ, ലൈൻ വോൾട്ടേജ് ഇൻ ടേംസ് ഫേസ് വോൾട്ടേജ് ആക്കി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, സോ ദിസ് ഇസ് എ കൺക്ലൂഷൻ മീഡിയ. ഇനി നമുക്ക് അടുത്തത് ഈ ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജ് തമ്മിലല്ല ഒരു സിംഗിൾ റിലേഷൻ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നോക്കാം. നമ്മൾ നേരത്തെ ആ ഫേസ് ഡയഗ്രം നോക്കിയായിരുന്നില്ല ഞാൻ റബ്ബ് ചെയ്തത്. ഓക്കെ, ആ ഫേസ് ഡയഗ്രത്തിൽ നമ്മൾ 3 പാരലോഗ്രാമാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, അതിൽ വി ആർ വൈ എന്ന് പറഞ്ഞ് ഇവിടെ വന്നൊരു പാരലോഗ്രാം ഉണ്ടായിരുന്നല്ലോ.
അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡ് ഏതൊക്കെയായിരുന്നു? ഇപ്പോൾ വി ആർ വൈ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ്സ് ഓഫ് ദ പാരലഗ്രാം എന്ന് പറയുമ്പോൾ വി ആർ പി എച്ച് ഉണ്ടായിരുന്നു, നമുക്ക് മൈനസ് വി വൈ പി എച്ച് ഉണ്ടായിരുന്നു അല്ലേ? വി ആർ പി എച്ച് നമുക്ക് ഉണ്ടായിരുന്നു, മൈനസ് വി വൈ പി എച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ വി ക്യാൻ ആക്ച്വലി റൈറ്റ് ദിസ് ഇൻ ടേംസ് ഓഫ് വി ആർ വൈ ആസ് വി ആർ വൈ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇത് ഞാൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതാണ്. ഓക്കെ, വി ആർ പി എച്ചും വി വൈ പി എച്ചും. ഓക്കെ, മറ്റത് വെക്ടർ ഡിഫറൻസ് ഫോമിലൂടെ എഴുതിയല്ലേ, മൈനസ് വി പി എച്ച് എന്ന്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ വി ആർ പി എച്ച് സ്ക്വയർ പ്ലസ് വി വൈ പി എച്ച് സ്ക്വയർ പ്ലസ് 2 വി ആർ പി എച്ച് ഇൻറ്റു വി വൈ പി എച്ച് ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്നാൽ അവരുടെ ഇടയ്ക്കുള്ള ആംഗിൾ, പാരലഗ്രാമിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരുന്നില്ലേ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഇൻ ദ കേസ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്ക് നമ്മുടെ വി ആർ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ വൈ എന്ന് വെച്ചാൽ ലൈൻ വോൾട്ടേജ് അല്ലേ? എല്ലാ ലൈൻ വോൾട്ടേജിനെയും എനിക്ക് വി എല്ലാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു, ജനറലൈസ് ചെയ്ത്. അതേപോലെ എല്ലാ ഫേസ് വോൾട്ടേജിനെയും ഈ വി ആർ പി എച്ച് വി വൈ പി എച്ച് ഇതിനൊക്കെ നമ്മൾ വി പി എച്ച് എന്ന് എഴുതിയില്ലേ? അപ്പോൾ ദിസ് വിൽ ബിക്കം വി പി എച്ച് സ്ക്വയർ വി പി എച്ച് സ്ക്വയർ, ഇവിടെയും വി പി എച്ച് ഇൻറ്റു വി പി എച്ച് സ്ക്വയർ ആൻഡ് തീറ്റ ബിക്കം 60 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ cos 60 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2 അല്ലേ? അപ്പോൾ 2 ക്യാൻസൽ ആവും. സോ റൂട്ട് ഓഫ് 3 വി പി എച്ച് സ്ക്വയർ, അതായത് വി എൽ വിൽ ബി ഈക്വൽ ടു റൂട്ട് 3 വി പി എച്ച് എന്ന് പറയൂലേ? റൂട്ട് വി പി എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ വി പി എച്ച്, അതായത് വി ക്യാൻ സേ ദിസ് ഇസ് എ റിലേഷൻ, അതായത് വി എൽ വിൽ ബി ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് ഫേസ് വോൾട്ടേജ്. അതായത് തന്നെ എല്ലാ ലൈൻ വോൾട്ടേജസ് വിൽ ബി ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് ഫേസ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ തന്നെ പവറിൻ്റെ റിലേഷനാണ് പറയുന്നത്. അപ്പോൾ പവർ റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് നമ്മുടെ സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് ഉണ്ടല്ലോ, ഈ ഓരോ സിംഗിൾ ഫേസ് സർക്യൂട്ടും വഴി പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും എന്താണ്? വി ഐ കോസ് തീറ്റ. നമ്മൾ പറയുന്നത് വി ഐ കോസ് ഫൈ ആയിരുന്നല്ലേ? പവർ ഈക്വൽ ടു വി ഐ കോസ് ഫൈ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ 3 വൈൻഡിങ്സും എന്താണ്? 3 വൈൻഡിങ്സും സിമിലർ ആണ്. അപ്പോൾ അതുകൊണ്ട് 3ന്റെ കേസിലും ഈ സെയിം പവർ ആയിരിക്കും വരാൻ പോകുന്നത് അല്ല. അപ്പോൾ ഈ ഫേസ് വഴി പോകുന്ന പവർ ആയിരിക്കും വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ. രണ്ടാമത്തെ ടേമിലെ വഴിയും വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ, അഗെയിൻ വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ ഇൻ ദ കേസ് ഓഫ് ദി തേർഡ് വൈൻഡിങ്. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് 3 കൂടെ സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 വി പി എച്ച് ഐ പി എച്ച് കോസ് ഫൈ. ആൻഡ് ഇവിടുത്തെ കേസിൽ സ്റ്റാർ ആയതുകൊണ്ട് ഐ പി എച്ച് ഈക്വൾ ടു ഐ എൽ ആയിരിക്കും, വി പി എച്ച് ഈക്വൾ ടു എന്താണ്? വി എൽ ബൈ റൂട്ട് 3 ആയിരിക്കും. സോ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് പി ഈക്വൾ ടു റൂട്ട് 3 വി എൽ ഐ എൽ കോസ് ഫൈ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചോദിക്കുകയാണ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആണ്, അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സിമിലർലി സെയിം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഡെൽറ്റ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടെ നോക്കാം. സോ ഡെൽറ്റയുടെ കേസിലും നമ്മളിത് കറസ്പോണ്ടിങ് ഫേസ് ഡയഗ്രം വരച്ചു. ഓക്കെ, ഫേസ് ഡയഗ്രത്തിൽ ഇവിടെ നമ്മൾ മെയിൻലി വരയ്ക്കാൻ പോകുന്നത് നോക്കി വിത്ത് റെസ്പെക്ട് കറണ്ട് ആണ്. ഐ ബി ലൈൻ നോക്കി, ദിസ് ഇസ് ഐ ബി ലൈൻ, ഐ വൈ ലൈൻ ആൻഡ് ഐ ആർ ലൈൻ. അത് വരയ്ക്കാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സീൻ്റെ കേസ് ഡെൽറ്റ നെറ്റ്വർക്ക് നമ്മൾ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് എടുക്കുന്ന സമയത്ത് ദേ ആർ ഈക്വൽ. ഓക്കെ, ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആയിരിക്കും. മറ്റേ കേസിൽ സ്റ്റാറിൽ ലൈൻ കറണ്ട് ഫേസ് കറണ്ട് ഈക്വൽ ആയിരുന്നു, ഇവിടെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും സെയിം ആണ്. സോ ഓൾ ഓഫ് ദീസ് ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ഓൾ ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫേസ് വോൾട്ടേജസ്. ഇനി ലൈൻ ആൻഡ് ഫേസ് കറണ്ട്സ് പറയുമ്പോൾ നോക്കിയാൽ അതാണ് വെക്ടർ ഡിഫറൻസ്. ഓക്കെ, നമ്മുടെ ലൈൻ കറണ്ട് ഐ ആർ ലൈൻ വിൽ ബി ദ വെക്ടർ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ആർ പി എച്ച് ആൻഡ് ഐ ബി പി എച്ച്. അപ്പോൾ നോക്കി നമ്മളെന്താ പറയുക? ഐ ആർ ലൈൻ അല്ലേ? സോ ഐ ആർ ലൈൻ 3 പാരലോഗ്രാം ആണല്ലോ. ദിസ് ഇസ് വൺ ആൻഡ് ദിസ് ഇസ് വൺ. അപ്പോൾ ഐ ആർ ലൈൻ എന്ന് പറയുമ്പോൾ ഈ പാരലോഗ്രാമിൽ നോക്കി 2 എൻഡ്സ് ഐ ആർ പി എച്ചും ഐ ബി പി എച്ചും. അപ്പോൾ വെക്ടർ ഡിഫറൻസ് പറയുമ്പോൾ ഐ ആർ ലൈൻ വിൽ ബി ഈക്വൽ ടു ഐ ആർ പി എച്ച് മൈനസ് ഐ ബി പി എച്ച്. സിമിലർലി ഇവിടെ ഐ ആർ ലൈനിനെയും ഐ ബിനെയും ഐ വൈ ലൈനെയും പറയാൻ പറ്റും വെക്ടർ ഡിഫറൻസ് ആയിട്ട്. ഓക്കെ, സെയിം വേ. എന്നിട്ട് നമ്മൾ എഗെയിൻ ഫ്രം ദി പാരലോഗ്രാം ഏതാണ് ഐ ആർ ലൈനിൻ്റെ നമ്മളിത് ഈ പാരലോഗ്രാം വെച്ച് പറയുന്ന സമയത്ത് നമുക്ക് 2 എൻഡ്സ് ഇതാണ് ഐ ആർ പി എച്ചും ഐ ബി പി എച്ചും വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് വി പ്ലസ് വി ദ ഹോൾ സ്ക്വയർ. അതായത് ഈ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടുത്തെ കേസ് നമ്മൾ എന്താ പറഞ്ഞ് എല്ലാ ഐ ആർ ലൈനും ക്യാൻ ബി, അതായത് നമ്മുടെ എല്ലാ ആൻഡ് ഇവിടുത്തെ കേസിൽ ഐ ആർ ലൈൻ ആയിട്ട് നമ്മൾ എഴുതണം. സോ വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് നോക്കേ നമുക്ക് ഐ ആർ ലൈൻ വരും, ഐ വൈ ലൈൻ, ഐ ബി ലൈൻ. ഇത് 3 നമുക്ക് ജനറലൈസ് ചെയ്ത് എന്തായിട്ട് പറയാൻ പറ്റും? ഐ ലൈൻ അല്ലെങ്കിൽ ഐ എൽ ആയിട്ട് പറയാൻ പറ്റും. അത് നമ്മൾ സ്റ്റാറിൻ്റെ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് 4 ജനറലൈസേഷൻ, അത് ഇതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഐ ആർ ലൈന് എനിക്ക് ഐ എൽ എന്ന് പറയാൻ പറ്റും. വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ആർ പി എച്ച് ഐ ബി പി എച്ച് ഇതെല്ലാം ജനറലൈസ് ചെയ്ത് ഐ പി എച്ച് എന്ന് പറയാമല്ലോ. സോ ഐ പി എച്ച്. അപ്പോൾ റൂട്ട് ഓഫ് നോക്കി കോസ് ഫൈന് പകരം 60. ഇപ്പോൾ കോസ് 60 നമുക്ക് 1/2 കിട്ടും, ക്യാൻസൽ ആയി പോകും. ആസ് ഇൻ ദ പ്രീവിയസ് കേസ് വി ഗെറ്റ് ആസ് റൂട്ട് ഓഫ് 3 ഐ പി എച്ച് സ്ക്വയർ. അതായത് ഐ എൽ വിൽ ബി ഈക്വൽ ടു റൂട്ട് 3 ഐ പി എച്ച് എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അവിടുത്തെ കേസിൽ എന്താണ്? സ്റ്റാറിൻ്റെ കേസിൽ വോൾട്ടേജ് ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും തമ്മിലായിരുന്നു ഈ റിലേഷൻ വന്നത് അല്ലേ? പവർ ഓൾസോ സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് പ്രീവിയസ് വൺ. സ്റ്റാർ പോലെ തന്നെ പി ഈക്വൽ ടു റൂട്ട് 3 വി എൽ ഐ എൽ കോസ് ഫൈ ആണ്. ഓക്കെ, നമുക്ക് രീതി വരുന്ന കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ
എ ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ബാലൻസ്ഡ് ആണ്, സ്റ്റാർ കണക്റ്റഡ് ആണ്, വിച്ച് മീൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 ഫേസ് ബാലൻസ്ഡ് സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആണ്. ഓക്കെ, അവിടത്തേക്ക് അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ച ഇക്വേഷൻസ് എല്ലാം ആലോചിക്കുക. ഓക്കെ, നമ്മുടെ റിലേഷൻസ് എന്താണ് നമ്മുടെ രണ്ട് ലൈൻ കറൻസ് ഈക്വൽ ആണ് അല്ലേ, ആൻഡ് നമ്മുടെ വോൾട്ടേജ് തമ്മിലാണ് വെക്ടർ ഡിഫറൻസ് വരുന്നത്, ആൻഡ് പവറിൻ്റെ ഇക്വേഷൻ ഓക്കെ പാരലലോഗ്രാം എന്നുള്ള റിലേഷൻ എടുത്തില്ലേ, അതെല്ലാം ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, VL = √3 V ഫേസ് ആയിരുന്നു. ഓക്കെ, അതൊക്കെ എന്നിട്ട് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എ ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ് ഓഫ് 8 + 6J ohm per phase is connected to a balanced 3-phase 400 volt supply. എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ലോഡ് നമ്മൾ എന്തായാലും പറഞ്ഞു, നമ്മളിങ്ങനെ വന്നില്ലേ, ആ 3 വൈൻഡിങ്സ് ഇങ്ങനെ വന്നായിരുന്നു അല്ല ഇങ്ങനെ വന്നായിരുന്നു. ഇത് കണക്ട് ചെയ്യുന്നത് ഒരു ലോഡിലോട്ടല്ലേ, നമുക്ക് ഇതിൻ്റെ ഓരോ എൻഡിൽ ഓരോ ലോഡ് വരും. ഈ 3 ലോഡിൻ്റെ വാല്യൂ അവർ പറഞ്ഞിട്ടുണ്ട്, അതാണ് 8 + 6J ohm എന്ന് പറയുന്നത്. ഓക്കെ, ആ ലോഡിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ആസ് 8 + 6J ohm എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീ ഇൻ ദിസ് കേസ് ഇതിൻ്റെ അകത്തുള്ള 2 വാല്യൂസ് എന്താണ്, ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് R + JX ഫോമിലല്ലേ ഇരിക്കുന്നത്. അതായത് R വിൽ ബി ഈക്വൽ ടു 8 ohm ആണ്, ആൻഡ് X വിൽ ബി ഈക്വൽ ടു ഇംപെഡൻസ് എന്താണ് 6 ohm ആണ്. അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് R ഉം X ഉം ആണ്. ഓക്കെ, എന്നിട്ട് ഈ ലോഡ് ഇസ് കണക്റ്റഡ് ടു ഒരു ബാലൻസ് 3-phase 400 volt സപ്ലൈ. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈ വോൾട്ടേജ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ലൈൻ വോൾട്ടേജ് അല്ലേ, അല്ലെ ഈ ലൈനിൽ വരുന്ന വോൾട്ടേജിൽ നമുക്ക് തന്നിരിക്കുന്നത് 3-phase 400 volt എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ VL is given as 400 volt എന്ന് പറയുന്നത്. ഇനി വി ഹാവ് ടു ഫൈൻഡ് ദി ലൈൻ കറണ്ട്. ഓക്കെ, ആദ്യം ലൈൻ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ IL പകരം നമുക്ക് ഇവിടുത്തെ കേസിൽ സ്റ്റാറിൻ്റെ കേസിൽ IL = IPH അല്ലേ, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ IPH റിലേഷൻ എങ്ങനെയാണ്, I = VPH / R അല്ലേ, V/R അതായത് = ZPH. VPH / ZPH ആണ് എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, I = V/Z റിലേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫൈൻഡ് VPH. VPH എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ടു ഫൈൻഡ് VPH നമുക്കിവിടെ VL എന്താണെന്ന് അറിയാമല്ലോ, VL = 400 volt ആണ്. അങ്ങനെയാണെങ്കിൽ VPH will be equal to എങ്ങനെയായിരിക്കും, VL / √3 അല്ലേ, കാരണം VL = PH × √3. അതായത് VL എന്ന് പറയുമ്പോൾ എന്താണ് 400 / √3 = നിങ്ങൾക്ക് 231 volts എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി ZPH എന്താണ്, ZPH എന്ന് പറയുമ്പം ഇക്വേഷൻ എങ്ങനെയാണ്, √R² + X² അല്ലേ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ആറിൻ്റെ കേസ് 8, എക്സിൻ്റെ വാല്യൂ 6. അപ്പോൾ 8² + 6² ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ 10 ohm എന്ന് കിട്ടും. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, 231 / 10 = 23.1 ആംപിയർ എന്ന് കിട്ടും, വിച്ച് ഇസ് മൈ IPH വിച്ച് ഇസ് ഈക്വൽ ടു മൈ IL. അപ്പോൾ IL എന്ന് ലൈൻ കറണ്ട് കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടത്, പവർ ഫാക്ടർ. സെക്കൻഡ് വൺ ആണ് പവർ ഫാക്ടർ വിൽ ബി ഈക്വൽ ടു ഫോമിൽ എങ്ങനെയാണ് വരുന്നത്, cos phi. ആൻഡ് cos phi ക്യാൻ ബി റിട്ടൺ, ഇപ്പോൾ ഫൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയത്തില്ല. അപ്പോൾ cos phi ഓൾസോ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് RPH / ZPH. ഇനി RPHൻ്റെ വാല്യൂ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, ആറിൻ്റെ വാല്യൂ നോക്കിയേ 8 അല്ലേ. സോ 8 / ZPHൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയ 23.1 ആംപിയർ. സോറി, ZPHൻ്റെ വാല്യൂ എന്താ കിട്ടിയത് നമുക്ക് 10 ohm അല്ലേ. സോ 8 / 10 = 0.8 എന്ന് കിട്ടും, ഇസ് ദി പവർ ഇൻ വാട്ട്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എന്താണ്, പവർ ഫാക്ടർ കഴിഞ്ഞു. ഇനി പവർ ആണ്. ടു ഫൈൻഡ് പവർ ഫോമുല എങ്ങനെ വന്നേ, രണ്ടിനും സെയിം അല്ലേ, സ്റ്റാറും ഡെൽറ്റയ്ക്കും. അതായത് √3 VL IL cos phi ആണ് തന്നെ. ഓക്കെ, അതായത് √3 × VLൻ്റെ വാല്യൂ എത്രയാണ് 400 × ILൻ്റെ വാല്യൂ എത്രയാണ് 23.1 ആംപിയർ × cos phi വാല്യൂ എന്താണ് 0.8 watts. So multiplying it, you will be getting the value like 12,803 point something watts എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എന്താണ്, ഇതൊരു സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ കേസിലാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് തരാം, നിങ്ങൾക്ക് ഒരു ഡെൽറ്റ നെറ്റ്വർക്കിൻ്റെ കാര്യം ചോദിക്കാം. ഓക്കെ, ഇതിൽ തന്നെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ലൈൻ കറണ്ട്, ഫേസ് കറണ്ട് അതൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഇതിൽ ആക്ച്വലി കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ തേർഡ് മോഡ്യൂളിൽ വരാൻ ചോദിക്കാൻ ചാൻസും അല്ല ക്വസ്റ്റ്യൻസ് എല്ലാം കൊണ്ട് സോൾവ് ക്വസ്റ്റ്യൻസ് ഞാനൊരു PDF ആക്കി ഇതിൻ്റെ കൂടെ വർക്ക് ബുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ പ്രോബ്ലംസും ജസ്റ്റ് നോക്കിയാൽ പോയാൽ മതി. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം സിമിലറാണ്, സിമിലർ ടൈപ്പാണ്. എന്നാൽ നിങ്ങൾ നോക്കിയൊന്ന് വർക്കൗട്ട് ചെയ്ത് പോവാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് യുവർ തേർഡ് മോഡ്യൂൾ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്.